നമ്മൾ ലഹരിക്കെതിരായ യാത്രയുടെ മലപ്പുറം ജില്ലയിലെ പര്യടനത്തിന്റെ ആദ്യ ദിവസം അത് സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. പുത്തൂർ ബൈപ്പാസിൽ നമ്മൾ ഒരു പൊതുസമ്മേളനം, എല്ലാ ദിവസവും നമ്മൾ ഒരു പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ട്. ആ സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. ഇതാ എനിക്ക് പിന്നിൽ കാണുന്നത് ലഹരിക്കെതിരായ മാതൃശക്തിയുടെ വലിയ കരുത്ത് പ്രകടിപ്പിക്കുന്ന ഒരു യാത്രയാണ്. നൂറുകണക്കിന് വീട്ടമ്മമാര്, അമ്മമാരാണ് ഇതാ ഈ ലഹരിക്കെതിരായ അതെ നഗരസഭ അധ്യക്ഷയുടെ നേതൃത്വത്തിലാണ് ഈ യാത്ര പുരോഗമിക്കുന്നത്. അപ്പോൾ ഈ നഗരസഭ ഒന്നടങ്കം, അല്ലെങ്കിൽ ഇവിടുത്തെ പൗരാവലി വീട്ടമ്മമാര്, അമ്മമാര് ഒന്നടങ്കം നമ്മളോടൊപ്പം ഈ യാത്രയിൽ അണിചേർന്നിരിക്കുകയാണ്. അപ്പോ ഈ യാത്രയുടെ ലക്ഷ്യത്തെപ്പറ്റി നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ? തീർച്ചയായിട്ടും നമ്മൾ ആദ്യം മുതലേ കണ്ടുകൊണ്ടിരിക്കുകയാണ് SKN 40 എന്നുള്ള ലഹരിക്കെതിരായിട്ടുള്ള യാത്ര. എന്തായാലും വളരെ സന്തോഷം നമ്മുടെ കോട്ടക്കലിൽ എത്തിയത്. ഈ സമയത്തും 270ഓളം വരുന്ന സ്ത്രീകൾ നമ്മൾ ഈ ഒരു യാത്രക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മാതൃശക്തി എന്ന പേരിൽ നമ്മൾ കൂടെ ഉണ്ട്. ഈ നഗരസഭയിലൊക്കെ ഈ ലഹരിക്കെതിരായ നിങ്ങളുടെ ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ പോരാട്ടം എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ജാഗ്രതാ സദസ്സ്, അതുപോലെ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകളായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഒരു ഭാഗമാണ് പോലീസും എക്സൈസും ഒക്കെ സഹകരിച്ച് തന്നെയാണ് അല്ലേ? സഹകരിച്ചുകൊണ്ടാണ്. എങ്ങനെയാണ് ഈ സന്ദേശം, അതെ, ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ നടപടികളാണ് ഇനിയും വീട്ടമ്മമാരുടെ, ജനപ്രതിനിധികളുടെ, അല്ലെങ്കിൽ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്? ഞങ്ങൾ കണ്ണൂരിനെ അടിസ്ഥാനമാക്കി മദേഴ്സ് ആർമി എന്ന് പറഞ്ഞ വലിയൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. മദേഴ്സ് ആർമി അത് ഈ ലഹരിക്കെതിരെയാണ്. അതിന്റെ ഒരു ബ്രാഞ്ചായിട്ടാണ് ഞങ്ങളിപ്പം ഇവിടെ കോട്ടക്കലും അതിന്റെ ഒരു സംഘാടനം തന്നെയാണ് നടന്നത്. നഗരസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ലഹരിക്കെതിരെ മാതൃശക്തി തന്നെയാണ്. സ്ത്രീകൾ മുന്നിട്ടിറങ്ങുകയല്ലാതെ ഈ ലഹരിക്കെതിരെ നമുക്ക് വേറെ സാധ്യമായ പ്രവർത്തനങ്ങളൊന്നുമില്ല. ലഹരിയുടെ ഉറവിടം കണ്ടെത്തി അത് നമുക്ക് എങ്ങനെയാണോ അത് ചെറുക്കാൻ പറ്റുന്ന സാധ്യമായ രീതിയിലൊക്കെ ചെയ്യണം. അതിനുള്ള ഒരു മുന്നോടിയായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങൾ എല്ലാവരും മാതൃശക്തി സംഘടിച്ചിരിക്കുന്നത്. അതൊരു നമ്മൾ യഥാർത്ഥത്തിൽ ഈ തുടക്കം മുതൽ, ഈ യാത്രയുടെ തുടക്കം മുതൽ SKN മുന്നോട്ട് വയ്ക്കുന്നതാണ്. അമ്മമാർ ഈ വിഷയത്തിൽ ഒരു പോരാളികൾ കണക്കെ ഉണ്ടാകണമെന്ന് SKN എല്ലാ മീറ്റിങ്ങുകളിലും പറയാറുള്ളല്ലോ, അമ്മമാർ ചൂലെടുക്കണം എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇത് മദേഴ്സ് ആർമിയാണ്, പട്ടാളമാണ്. അത് എന്തായാലും സൂപ്പറായി. നമ്മള് മദേഴ്സ് ചൂലേ പറഞ്ഞോളൂ, ആർമിയാണ്. അപ്പൊ ഒരു ആർമി കണക്കെ വീട്ടം അതെ അല്ല അതൊരു പ്രതീക, അതെ പ്രതീകാത്മകമായി പറഞ്ഞ. അപ്പൊ യഥാർത്ഥത്തിൽ ഈ അമ്മമാരുടെ ആർമി എന്ന് പറയുമ്പോൾ തന്നെയാണ് ഇറങ്ങേണ്ടത്. പട്ടാളം തന്നെയാണ് ഇറങ്ങുന്നത്. അമ്മമാരുടെ പട്ടാളം. അപ്പോൾ അമ്മമാരുടെ പട്ടാളം ലഹരിക്കെതിരെ പോരാട്ടത്തിന് ഇതാ ഇവിടെ സജ്ജമായിരിക്കുന്നു എന്നതാണ് ഈ ദൃശ്യങ്ങളാകെ നമ്മളെ കാണിക്കുന്നത്. നൂറുകണക്കിന് വീട്ടമ്മമാർ തന്നെ ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് ഈ മുദ്രാവാക്യം ഏറ്റെടുത്ത് നമ്മളോടൊപ്പം അണിചേരുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളുടെ യാത്ര അത് 10ാം ജില്ലയിലേക്ക് കടക്കുകയാണ്. 10ാം ജില്ലയിലെ പര്യടനം തുടങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി, ഒരു ഊർജം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വലിയ ജനപിന്തുണ തന്നെയാണ്. അപ്പോൾ ആ ജനപിന്തുണ നമ്മളെ അടുത്ത യാത്രയ്ക്ക്, അടുത്ത ജില്ലയിലേക്ക് കടക്കുമ്പോഴൊക്കെ വലിയ ഊർജം പകരുന്നുണ്ട്. അതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അമ്മമാരുടെ ഒരു പോരാട്ടം. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അമ്മമാര് സർവ്വസന്നാഹങ്ങളുമായി നമുക്കൊപ്പം അണിചേരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു. അതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. നമ്മൾ ആ ഉദ്ഘാടന വേദിയിലേക്ക്, ഈ സമാപന സമ്മേളനം നടക്കേണ്ട വേദിയിലേക്ക് എത്തുകയാണ്. ഈ വേദിയിലും ഇവിടെ നിറഞ്ഞ് ആളുകൾ എത്തിയിട്ടുണ്ട്, വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ എത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ കോട്ടക്കലെ പൗരാവലി ഈ യാത്രയ്ക്ക് നൽകുന്ന വലിയ പിന്തുണ അത് ഈ ദൃശ്യങ്ങളിൽ എല്ലാവർക്കും കാണാൻ കഴിയും. വലിയ ജനപിന്തുണ കോട്ടക്കലിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഇന്ന് പോയ എല്ലാ വേദിയിലും, എല്ലാ സ്ഥലങ്ങളിലും, സ്കൂളിലും ക്യാമ്പസുകളിലും അതുപോലെ തന്നെ പൊതുനിരത്തിലൊക്കെ നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ പിന്തുണ, വലിയ ജനപിന്തുണ ഈ യാത്രയ്ക്ക് ലഭിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, മദേഴ്സ് ആർമി, അപ്പോൾ കോട്ടക്കൽ നഗരസഭയുടെ നേതൃത്വത്തിൽ, ചെയർപേഴ്സൺ നേതൃത്വത്തിൽ മദേഴ്സ് ആർമി ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ അമ്മമാർ ചൂലെടുക്കണം എന്ന് കുറച്ച് ദിവസങ്ങളായി പറയുമായിരുന്നു. കാര്യം ഇതൊക്കെ മാലിന്യമാണ്, ഈ MDMA എന്നൊക്കെ പറയുന്നത്. ആ സാധനം അടിച്ച് വൃത്തിയാക്കാൻ അമ്മമാരുടെ ആർമിക്കേ കഴിയൂ. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അമ്മമാരുടെ വലിയൊരു ആർമി നമ്മളെ പിന്തുടരുന്നു എന്ന് മനസ്സിലായത്. അവർ ഈ കുറ്റാക്കൂറ്റിരുട്ട് പരക്കുന്ന ഈ സാമൂഹിക അന്തരീക്ഷത്തിൽ മെഴുകുതിരിയുടെ വെളിച്ചവുമായി അവരിറങ്ങിയിരിക്കുന്നു. അപ്പോൾ ചെയർപേഴ്സൺ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ചെയർപേഴ്സൺ ഇതിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ പറ്റും അല്ലേ? ചെയർപേഴ്സണെ ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നു.
ചെയർപേഴ്സന്റെ മുഴുവൻ പേരെനിക്കറിയില്ല. ഡോക്ടർ അനീഷ. എല്ലാവർക്കും നമസ്കാരം. വളരെ ഗംഭീരമായിട്ടുള്ളൊരു സദസ്സ്. എസ് കെ എൻ 40 എന്നുള്ള ഈ ഒരു യാത്ര നമ്മൾ ആദ്യം മുതലേ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ സ്ത്രീകളുടെ കൂട്ടായ്മ കൂടുതലുള്ളതുകൊണ്ട് പറയാണ്, സ്ത്രീകൾ പലപ്പോഴും രാവിലെ നമ്മൾ ലൈവ് ന്യൂസ് കാണാറുണ്ട്. എസ് കെ എന്നെയാണ് ആദ്യമായിട്ട് നമുക്ക് മോർണിംഗ് ഷോയിൽ നമ്മൾ അടുക്കളപ്പണിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു ഷോ ആണത്. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് മുതൽ നമ്മൾ ഈ ഒരു യാത്രയെ നമ്മൾ പിന്തുണച്ചിട്ടുണ്ട്. നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ കാണുകയാണ്. 20-ാം തീയതി കോഴിക്കോട് സമാപിക്കുമ്പോൾ മൊത്തം കേരളവും ഇതിന് പിന്നാലെ ഉണ്ട് എന്നുള്ള വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത. വളരെ സന്തോഷം കോട്ടയ്ക്കൽ പങ്കെടുത്തതിൽ. ഇന്ന് ഞങ്ങൾ ഒരു 300-ൽ പരം സ്ത്രീകൾ അണിനിരന്നുകൊണ്ട് ഈ സമയമാണ് നമുക്കറിയാം. എങ്കിലും അമ്മമാർ, കാരണം ഏറ്റവും കൂടുതൽ ഈ ലഹരി നമ്മളെപ്പോഴും സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ചിട്ടാണ് പറയുക. പക്ഷെ അത് മാത്രമല്ല, നമ്മുടെ മുമ്പിൽ ആൽക്കഹോൾ മുതൽ എല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മൾ ഈ സ്ത്രീകൾ തന്നെയാണ്, അമ്മമാർ തന്നെയാണ്. പലപ്പോഴും നമ്മൾ കണ്ട കേസുകളിലൊക്കെ ഈ അമ്മമാരുടെ ദുരന്തം നമ്മൾ സങ്കടകരമായിട്ട് നമ്മൾ മറന്ന വാർത്തകളാണ് ഇനിയും വന്നുകൊണ്ടിരിക്കാം. അപ്പോൾ അതിൽ സ്ത്രീകൾ, നേരത്തെ നമ്മുടെ അഡ്വക്കേറ്റ് സുജാത വർമ്മ പറഞ്ഞ പോലെ സ്ത്രീകൾ മുന്നിട്ടിറങ്ങുക എന്നുള്ളത് വലിയൊരു ഭാഗം തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു ആർമി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സ്ത്രീ ശക്തി എന്ന പേരിൽ നമ്മുടെ ഒരു ആർമി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഒരിക്കൽ കൂടി എസ് കെ എന്നും ന്യൂസ് 24-ൻ്റെ ഫുൾ ടീമിനും എല്ലാ സപ്പോർട്ടും ഇങ്ങനൊരു പരിപാടി കണ്ടക്ട് ചെയ്തതിലെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. എനിക്കൊന്ന് അഡ്വക്കേറ്റ് സുജാത, നമുക്ക് പലപ്പോഴും ചർച്ചകളിൽ സജീവമായ ഒരു കഥാപാത്രമാണ്. അപ്പോൾ അവർ കൂടി 2 വാക്ക് പറഞ്ഞാൽ നമുക്ക് കാര്യത്തിൽ കിടക്കാം. നമുക്ക് ICDS-ന്റെ ഇവിടുത്തെ ചെയർപേഴ്സൺ മുംതാസ്, അവരെ വിളിക്കാം. താങ്കൾ ICDS-ന്റെ ചെയർപേഴ്സൺ, ഒരു വേദിയിലേക്ക്. പ്രിയമുള്ളവരെ, ലഹരിക്കെതിരെ മാതൃശക്തി എന്ന വലിയൊരു ബാനറിൽ കേരളം മുഴുവൻ ഇപ്പോൾ എൻ്റെ കേരളത്തെക്കുറിച്ച് എനിക്ക് അഭിമാനമായിരുന്നു എന്ന് ഓരോ വ്യക്തിയുടെയും കേരളീയൻ്റെയും മനസ്സിലുണ്ടായിരുന്നത് അപമാനമാണ് എന്നുള്ളൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, കേരളം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിലുള്ള ഈ സംരംഭങ്ങൾക്ക് ഞാൻ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുകയാണ്. ഓരോ സ്ത്രീയുടെയും ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ലഹരിക്കെതിരെ ഉണരേണ്ട ധാർമ്മിക രോഷവും പ്രതിബദ്ധതയും തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മറ്റൊന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്, ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ ലഹരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പാടെ മറക്കുന്നൊരു സംഭവമുണ്ട്. കേരളത്തിൽ മുക്കിന് തുറക്കുന്ന ബാറുകൾ, മദ്യശാലകൾ, ഇത് ലഹരിക്ക് വിത്തിടുന്നുണ്ട്, ആദ്യപടിയാകുന്നുണ്ട്. ആ മദ്യം ഉപയോഗിക്കുന്ന അനന്തര തലമുറ ലഹരിയിലേക്ക് കൂപ്പുകുത്തുന്നു എന്നൊരു പഠനമുണ്ട്. ആ പഠനത്തെ നമ്മൾ അവഗണിക്കരുത്. അത് അവഗണിച്ചതിൻ്റെ ഫലമാണ് കഴിഞ്ഞ 8-10 വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ നാട്ടിലുണ്ടായ മാറ്റം എന്ന് ഓരോ അമ്മയും തിരിച്ചറിയണം. കേരള മദ്യനിരോധന സമിതി എന്ന സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് ഞാൻ. ലഹരിക്കെതിരെ രാഷ്ട്രീയമില്ല, ലഹരിക്കെതിരെ മതമില്ല, മതവ്യത്യാസമില്ല, ലഹരിക്കെതിരെ ജാതി വ്യത്യാസമില്ല. അനുഭവിക്കുന്ന ഓരോരുത്തരും തീക്ഷ്ണമായ ചുടു അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ് എന്ന് ഇന്നിവിടെ പ്രകടനത്തിൽ പങ്കെടുത്ത എല്ലാവരും തെളിയിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനം. ഈ സ്പിരിറ്റ് നമുക്ക് നിലനിർത്താൻ സാധിക്കണമെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. നമ്മുടെ ICDS ചെയർപേഴ്സൺ 2 വാക്ക്. ആയിക്കോട്ടെ, സൂപ്പർവൈസർ എങ്കിൽ സൂപ്പർവൈസർ, അല്ല ഞങ്ങളങ്ങ് ചെയർപേഴ്സൺ ആക്കുക. അപ്പം എന്താ കുഴപ്പം? വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് SKNൻ്റെ ഒരു പ്രോഗ്രാം നമ്മുടെ കോട്ടക്കലിൽ വരുന്നുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം നമ്മുടെ കോട്ടക്കൽ നഗരസഭയിലെ കുടുംബശ്രീ പ്രവർത്തകർ, അതുപോലെ തന്നെ ICDS-ൻ്റെ അങ്കണവാടി പ്രവർത്തകർ, മറ്റ് ആശാ വർക്കേഴ്സ്, എല്ലാ വിഭാഗം ജനങ്ങളെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൻ്റെ അധ്യക്ഷതയിൽ കോട്ടക്കൽ നഗരസഭയിൽ ജാഗ്രതാ സമിതി കൂടുകയും ഇത്തരം ഒരു ശക്തി, അതായത് ലഹരിക്കെതിരെ മാതൃശക്തി എന്ന പേരിൽ ഒരു മദേഴ്സ് ആർമി രൂപീകരിച്ചുകൊണ്ട് വളരെ ശക്തമായ നിലപാടിലാണ് ഇന്ന് എല്ലാവരും ഈ വൈകിയ വേളയിൽ ഒരു നൈറ്റ് വാക്ക് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിലും ഇതിന് പൂർണ്ണ സപ്പോർട്ട് നൽകുന്ന കേരള യാത്ര അരുത് അക്രമ ലഹരി SKNൻ്റെ 14 ഇയേഴ്സിൻ്റെ പരിപാടിയുടെ ഭാഗമായി ഇവിടെ എത്താൻ കഴിഞ്ഞതിലും ഇതിൽ 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിലുമുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട്
തുടർന്നും എല്ലാ പ്രവർത്തനത്തിലും, ലഹരിക്കെതിരെയുള്ള എല്ലാ പ്രവർത്തനത്തിലും ഞങ്ങൾ സജീവമായി നിങ്ങളുടെ കൂടെയും അതേപോലെ തന്നെ ഈ നാടിൻ്റെ ഈ വിപത്ത് തുടച്ചു നീക്കുന്നതിന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. കൃഷ്ണ ടീച്ചറോ? കൃഷ്ണ ടീച്ചർ എവിടെ? ഏഞ്ചൽസ് വനിതാ ക്ലബിന്റെ ടീച്ചർ. ഹായ്. ഹായ് മോൻ. എല്ലാവർക്കും നമസ്കാരം. അരുത് അക്രമം എന്ന ഒരു ക്യാപ്ഷൻ പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള അമ്മമാരുടെ ശക്തി, ലഹരിക്കെതിരെ മാതൃശക്തി എന്നതാണ്. അപ്പോൾ ഇവിടെ അമ്മമാരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ കുട്ടികളിലൂടെ വരുന്ന ലഹരി കൊണ്ടുണ്ടാകുന്ന പ്രയാസം. അപ്പോൾ ശരിക്കും മാതാ നിർമാതാ ഭവതി എന്നാ പറയുക. അമ്മയാണ് കുട്ടിയുടെ ഇത്തരം കാര്യങ്ങളിൽ, അവരുടെ എല്ലാ കാര്യങ്ങളിലും നിർമ്മാതാവാകുന്നത്, ആകേണ്ടത്. അച്ഛന് പങ്കില്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പം അതുകൊണ്ട് അമ്മമാരുടെ ശക്തി ഉണരേണ്ടതുണ്ട് എന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്നതാണ് ഈ മാതൃശക്തി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരത്തിലുള്ള അരുത് അക്രമം എന്ന് പറയുമ്പോൾ, അരുതുകൾ പറയുമ്പോൾ എന്തൊക്കെ ആവാം എന്നുകൂടി നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ലഹരിക്കെതിരെ നടത്തുന്ന ശ്രീകണ്ഠൻ നായരുടെ ഈ ഷോ സ്ഥിരമായി കാണുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഈ വലിയ സതുദ്ദേശത്തിന് ആ ടീമിനോട് മുഴുവൻ ഞങ്ങളുടെ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. താങ്ക് യു. നമ്മുടെ ഒതുക്കങ്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇവിടെ ഉണ്ടല്ലോ, അതെവിടെ? അദ്ദേഹം കൂടെ വന്ന് മാമും കൂടെ വരിക. ലഹരിക്കെതിരെ വിവരം നൽകുന്നവർക്ക് 10,000 രൂപ കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന പഞ്ചായത്ത്. മുഴുവൻ പേര്? വൈസ് പ്രസിഡന്റ് ഫൗസിയ പാലേരി. താങ്ക് യു പാലേരി. എത്ര രൂപ 10,000 രൂപ കൊടുത്തു? ഇതുവരെ റിപ്പോർട്ട് ചെയ്തതായിട്ട് അറിയിച്ചിട്ടില്ല, അതുപോലെ കൊടുക്കും. ആദ്യമായി തന്നെ SKN 24-ന്റെ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിന് ഒതുക്കുങ്ങൽ പഞ്ചായത്തിൻ്റെയും നാട്ടുകാരുടെയും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. അതുപോലെ ഞങ്ങളുടെ ഒതുക്കുങ്ങൽ പഞ്ചായത്തിലെ ഇതുപോലെയുള്ള ക്യാമ്പയിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ബോധനം 2025 എന്ന പരിപാടിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടക്കം ആണ് ഈ പാരിതോഷികം 10,000 രൂപ. ലഹരിയുടെ സ്രോതസ് കണ്ടെത്തുന്ന ആൾക്ക് 10,000 രൂപ പാരിതോഷികമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് നമ്മുടെ DPC അംഗീകാരം ഇപ്പോൾ നിലവിൽ കിട്ടിയിട്ടില്ല. കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ മെമ്പേഴ്സും പ്രസിഡൻറ്റും ഒക്കെ തീരുമാനമെടുത്ത് അത് ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാർഡുകളിലൊക്കെ എക്സൈസിൻ്റെയും പോലീസിൻ്റെയും സഹായത്തോടു കൂടിയിട്ടുള്ള നോർക്കോട്ടിക് സ്ക്വാഡുകൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ വാർഡുകളൊക്കെ ലഹരിയുടെ സ്രോതസ് ഉള്ള ആളുകളെയും ഒക്കെ കണ്ടെത്തി അതിൻ്റെ പോയിൻ്റൊക്കെ ഉള്ള ഭാഗത്ത് ഒരു ക്യാമ്പയിന് അതേപോലെ ആളുകളെയൊക്കെ കണ്ടെത്തിയിട്ട് നല്ല ഒരു ജാഗ്രതാ സമിതിയായിട്ട് രൂപീകരിച്ച് നല്ല മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. അതിന് പിന്തുണച്ചുകൊണ്ട് നാട്ടുകാരും അതേപോലെ ക്ലബ്ബ് ഭാരവാഹികൾ എല്ലാവരും തന്നെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അത്രമാത്രം പറയാണ്. ഓക്കെ, താങ്ക് യു. ശബ്ദമൊക്കെ ഒരു വരുവായി കേട്ടോ. നിങ്ങൾ ഇതൊക്കെ മക്കളെ എടാ കുട്ടാ വീഴോടാ മോനെ ഇങ്ങോട്ട്. അവസാനം കോട്ടക്കൽ നമ്മൾ ഉരുട്ടിയിട്ട ചോയി എന്ന് പറയില്ലേ? ഓക്കെ. മോൻ്റെ ഉടുപ്പ് ഒരെണ്ണം തന്നേ. ഒരെണ്ണം തന്നു. ഒരെണ്ണം ഈ ആംഗിളിലും കൊടുത്തേ. ഒരെണ്ണം ആ ആംഗിളിലും കൊടുത്തേ. താങ്ക് യു മക്കളെ. മോളുടെ പേരെന്താ? പേരെന്താ? ശരി ചക്കരെ. ഓക്കെ റെഡി. ഇതോടെ വെച്ചോ. അപ്പോൾ ഈ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കോട്ടക്കൽ എത്തുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കോട്ടക്കൽ നിങ്ങൾക്കറിയാം, കോട്ടക്കൽ ആര്യവൈദ്യശാലയാണ്. ഞങ്ങൾ ഈ തിരുവിതാംകൂർ ഭാഗത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർ ആദ്യം ഈ കോട്ടക്കലിനെ കുറിച്ച് അറിയുന്നത്. എന്നാൽ അതേപോലെ മറ്റൊരു ആയുർവേദ ഡോക്ടർ, നമ്മുടെ ഇവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ, ഒരു ചരിത്രം എഴുതാൻ പോകുന്ന ഒരു സ്ത്രീകളുടെ ഒരു ആർമി ഉണ്ടാക്കി. ചെറിയ കാര്യമല്ല കേട്ടോ അത്.
ഇത് ഒരുപക്ഷെ ഈ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇത് മറ്റുള്ള മുനിസിപ്പൽ കേന്ദ്രങ്ങളിലേക്ക് പടരട്ടെ എന്നാണ് നമ്മുടെ ആശംസ. കാരണം അമ്മമാർ സംഘടിച്ച് എവിടെ ഇറങ്ങിയിട്ടുണ്ടോ അവിടെ വിജയം ഉണ്ടായിട്ടുണ്ട്. അമ്മമാരെവിടെ ദുർബലപ്പെടുന്നു അവിടെ ആവൽഘട്ടം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ കോട്ടക്കൽ മുനിസിപ്പൽ ചെയർപേഴ്സണും ഈ സൈന്യം, സ്ത്രീകളുടെ ഈ സൈന്യം, കാരണം ഈ സൈന്യം ഇവിടെ സംഘടിക്കേണ്ട കാലം കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. കാരണം ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ അതിരാവിലെ മുതൽ അടുക്കളയിലേക്ക് നിൽക്കുമ്പോൾ എന്നെ കണ്ടു തുടങ്ങിയതല്ലേ. നമ്മൾ ഈ പുറം ലോകത്ത് എന്തെല്ലാം അഗ്നിപർവ്വതം പൊട്ടിയാലും പ്രളയം വന്നാലും AC റൂമിലിരിക്കുന്ന ഞങ്ങൾക്ക് ഈ 40 ഡിഗ്രി ചൂടുകൊണ്ട് പുറത്തിറങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പക്ഷേ ഞങ്ങൾ എന്തുകൊണ്ട് പുറത്തിറങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രക്ഷേപണം മാത്രമല്ല ഞങ്ങളുടെ ഒരു പൊതു സ്വഭാവം, പ്രേക്ഷകർക്കിടയിൽ ഇടപെടുന്ന ഒരു പരിപാടി ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ചാനൽ വളരെ അഭിമാനത്തോട് പറയാൻ കഴിയും, ലോകത്താദ്യമായിട്ട് പ്രേക്ഷകരുടെ ഒരു സംസ്ഥാന സമ്മേളനം വിളിച്ച ചാനലാണ്. സാധാരണ പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ആദ്യം ഏരിയ സമ്മേളനം, താലൂക്ക് സമ്മേളനം, ജില്ലാ സമ്മേളനം, സംസ്ഥാന സമ്മേളനം. ഞങ്ങൾ ഞങ്ങൾ ആദ്യം സംസ്ഥാന സമ്മേളനം വിളിച്ചിട്ട് ജില്ലാ സമ്മേളനത്തിലേക്ക് പോയി. മാത്രമല്ല എറണാകുളത്തൊക്കെ യഥാർത്ഥത്തിൽ ഒരു സമ്മേളനമൊക്കെ വിളിച്ചാൽ ഒരു 500 പേരെ ഒപ്പിക്കാൻ വലിയ പാടാണ്. പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആൾക്കാർ വരത്തില്ല. ജനങ്ങൾക്ക് ഇഷ്ടംപോലെ പണിയുണ്ട് അവിടെ 6500 ആൾക്കാർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്വന്തം കാശ് ചെലവാക്കി 12 മണിക്കൂർ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ നമ്മളും പ്രേക്ഷകരുമായിട്ടുള്ള ബന്ധം നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം ഞങ്ങൾക്ക് പ്രേക്ഷകരെ തൊട്ട് കാണിക്കാൻ പറ്റും. ഇതാണ് ഞങ്ങളുടെ പ്രേക്ഷകർ. അത്ര ഒരു അടുപ്പം ഞങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ ഏറ്റവും കരുത്തോടെ പിന്തുടരുന്നത് അമ്മമാരാണ്. ഈ നാട്ടിലെ ബഹുശതം അമ്മമാർ ഞങ്ങളോടൊപ്പം ഉണ്ട്. പ്രത്യേകിച്ച് എനിക്ക് അമ്മമാരുടെ പിന്തുണ വളരെ കൂടുതലാണ്. അതിൻ്റെ ഒരു അഹങ്കാരം എനിക്കുണ്ട്. അപ്പോൾ അതിനിടയിൽ കുറച്ച് വീട്ടച്ചന്മാർ എനിക്കെതിരെ ഇറങ്ങി. വീട്ടച്ചന്മാർ ചോദിച്ചു, നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിച്ചു, ഇയാൾക്ക് അമ്മമാർ മാത്രം മതി, ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെയും തീർത്തതൊരമ്മയാണ്, മറന്നു പോരുത്. ഈ ഉടക്കാൻ നിൽക്കുന്ന അച്ഛന്മാരോട് ഞാൻ പറഞ്ഞു, അവർ കാര്യം മനസ്സിലായി. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഞങ്ങൾ ഈ AC റൂമിന് പുറത്തിറങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ കഴിഞ്ഞ 3-4 മാസക്കാലമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഓരോ ദിവസവും കൊലപാതകം ഇങ്ങനെ കൂടി വരിക. ആദ്യം ഞാൻ വിചാരിച്ചു ഈ വാർത്താ ചാനലുകളൊക്കെ വരാത്തത് കൊണ്ടായിരിക്കും പണ്ട് ഈ കൊലപാതകങ്ങൾ ആളുകൾ അറിയാതെ പോകുന്നത്. അങ്ങനെയല്ല എന്ന് അന്വേഷണത്തിൽ മനസ്സിലായി. കാരണം ഒരു 60 കൊലപാതകം നടന്നപ്പോൾ അതിൽ 30 കൊലപാതകങ്ങളും MDMA ആഹരിച്ച ആൾക്കാരാണ് ചെയ്തിരിക്കുന്നത്. MDMA അവൻ്റെ ഉള്ളിൽ കിടന്ന് കത്തുന്നത് കൊണ്ട് അവൻ കൊലക്കത്തി കൊണ്ട് ഇങ്ങനെ ഓടി നടന്ന് കുത്തിക്കൊല്ലുകയായിരുന്നു. അതിൽ ചിലപ്പോൾ അമ്മമാർ പെട്ടുപോയി, ചിലപ്പോൾ ബാപ്പമാർ പെട്ടുപോയി, ചിലപ്പം അയൽവീട്ടിലെ ഉമ്മ പെട്ടുപോയി. അങ്ങനെ പല രീതിയിലാണ്. മാത്രമല്ല എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ഗ്രാമം പോലുമില്ല ഈ രാസലഹരിയുടെ സ്വാധീനമില്ലാത്തത്. ഒന്നുകിൽ ആളുകൾക്ക് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്, അതല്ലെങ്കിൽ വിൽപ്പനക്കാർ അതിനെ വളഞ്ഞു വെച്ച് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ കുട്ടികളെ തന്നെ ഒരുപാട് സ്വാധീനിക്കുന്ന സാധനമായി. നിങ്ങൾക്കറിയുമെന്നറിയില്ല, ഈ അടുത്ത സമയത്ത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ 600 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ അതിൽ 30% പ്രായമാകാത്ത കുട്ടികളായിരുന്നു. ഇന്ന് മാത്രവുമല്ല, അതിൽ 15% കൂടുതൽ പെൺകുട്ടികളായിരുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കേട്ടുകഴിവില്ലാത്ത കാര്യമാണ്. MDMA കഴിക്കുന്ന പെൺകുട്ടികളോ നമ്മുടെ നെറ്റി ചുളിയും. മാത്രമല്ല, ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും MDMAക്ക് അഡിക്റ്റായി തുടങ്ങിയെന്ന് ചില പോലീസ് ഓഫീസേഴ്സ് നമ്മുടെ യാത്രക്കിടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങൾ 7ാം ക്ലാസ് വരെ വന്നിട്ടുള്ളായിരുന്നു. ഞങ്ങളുടെ ദൃഷ്ടിയിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിയാണ് ഈ MDMA കഴിച്ചതായി ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയത്. എന്നാൽ ഒരു പോലീസ് ഓഫീസർ പറഞ്ഞത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി, അവൻ്റെ പ്രായം നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കണം. 9 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടി ഇങ്ങനൊരു പാഷാണം കഴിച്ച് അവൻ്റെ ആയുസ് 7 കൊല്ലമായിട്ട് ചുരുക്കും. ഇത് വലിയ അപകടകാരിയായ ഒരു സാധനമാണ് ഈ MDMA പോലുള്ള രാസലഹരി എന്ന് പറയുന്നത്. കാണുമ്പോൾ പഞ്ചസാരയുടെ വെളുത്ത തരി പോലൊക്കെ നമുക്ക് തോന്നും. ഈ സാധനം ഒരു 6-7 തവണ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അയാൾക്ക് ഒരു മനോരോഗി എങ്ങനെയാണ് സാധാരണഗതിയുടെ ഒരാളുടെ മനോരോഗത്തിൻ്റെ അവസ്ഥയിലേക്ക്, അതായത് ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ, ബോധത്തോടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത, സാധാരണ നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ ഭ്രാന്തെന്ന് പറയുന്ന ആ ഒരു അവസ്ഥയേക്കാളും വളരെ മോശമായിരിക്കും ഒരു സാധാരണ MDMA കഴിച്ച രോഗിയുടെ നില. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചിലപ്പം മനോരോഗികളെല്ലാവരും അക്രമകാരികളാകണമെന്നില്ല. ചിലർ മൗനികളായിരിക്കും, ആൾക്കാരോട് സംസാരിക്കില്ല. ഒരുപാട് ടൈപ്പുള്ള മനോരോഗങ്ങളുണ്ട്. നമ്മുടെ ആയുർവേദ ഡോക്ടർക്കൊക്കെ നന്നായിട്ട് അറിയാം. എന്നാൽ ഇവരങ്ങനെയല്ല, ഇവർ അക്രമകാരികളായിരിക്കും. ഇവർക്ക് അതിനകത്ത് അവർ ചെറിയ കുട്ടിയായാലും 9 വയസ്സുള്ളകാരനായാലും 90 വയസ്സുകാരനായാലും ഈ രാസലഹരി കൃത്യമായി കഴിക്കുന്നവൻ അക്രമകാരിയായിരിക്കും. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഒരു പ്രതിസന്ധി. ഈ നാട് ചെന്നുപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകട മുനമ്പെന്ന് പറയുന്നത് അതാണ്. അതായത് നമ്മൾ വിചാരിക്കും നമ്മുടെ കുട്ടികളൊക്കെ പരമയോഗ്യന്മാരും മര്യാദരാമന്മാരും ആയതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല, അയലത്തെ സാവിത്രിയുടെ മോളം കണ്ടാണ് ഇതിനകത്ത് പെട്ടുപോയത് എന്ന് ആശ്വസിച്ച് വീട്ടിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി.
അയലത്ത് നിരന്തരമായി രാസലഹരി കഴിച്ച ഒരുവൻ അയലത്ത് താമസമുണ്ടെങ്കിൽ അവൻ പാതിരാ നേരത്ത് നട്ടപ്പാതിരയ്ക്ക് നമ്മുടെ വാതിലും ചവിട്ടിപ്പൊളിച്ച് അകത്ത് വരും കൊലക്കത്തിയുമായിട്ട്. നിങ്ങളോട് യാതൊരു പകയും വേണ്ട, ഒരു കാരണവുമില്ല. നിങ്ങൾ അവനോട് ചിലപ്പോൾ പകൽ വെട്ടത്തിലൊന്ന് ചിരിച്ചു കാണും. എന്തിനാടാ എന്നോട് ചിരിച്ചുകൊണ്ട് എന്ന് ചോദിച്ചായിരിക്കും അവൻ നെഞ്ചിൽ കടാര കുത്തി ഇറക്കുക. ഇങ്ങനെ അപകടം പിടിച്ച് നമ്മുടെ സമാധാനം കെടുത്തുന്ന ഒരു സാഹചര്യം കേരളത്തിൻ്റെ പല താലൂക്കുകളിലും ഉണ്ടായപ്പോഴാണ് ഞങ്ങളിങ്ങനെ 30 ദിവസം നീണ്ടുപോകുന്നൊരു യാത്ര തീരുമാനിച്ചത്. നിങ്ങൾക്കറിയുന്ന പോലെ അവിടെ വാർത്ത നടത്താനുള്ള ആൾക്കാരെല്ലാം നമ്മളോട് ഇറങ്ങി പോകുന്നിരിക്കുക. 10-65 ആൾക്കാർ നമ്മുടെ കൂടെയാണ്. ഇനി അവിടെ തിരിച്ചു ചെല്ലുമ്പോൾ ചാനൽ അവിടെ കാണുന്ന ഒരാൾ എന്നോട് തമാശയ്ക്ക് ചോദിക്കുകയും ചെയ്തു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്, ചാനൽ അവിടെ ഉണ്ട് കേട്ടോ, അവിടെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതെല്ലാം ഇപ്പോൾ ഈ ആർമി കുറേ നേരം മെഴുകുതിരിയും പിടിച്ചവിടെ നിന്നല്ലോ, അപ്പോൾ നമ്മളെ കാത്തു നിന്നാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊക്കെ നമ്മൾ തത്സമയം ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള യൂട്യൂബ് ചാനൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റിവൈൻഡ് അടിച്ചൊക്കെ നോക്കാം. SKN40 ലൈവ് എന്നടിച്ചാൽ നിങ്ങൾക്കത് കാണും. കാരണം ഇത് ജനങ്ങൾ അറിയണം. അതിന് മുഴുവൻ സമയവും ഞങ്ങൾ ചെലവഴിക്കുന്ന ഒരു യൂട്യൂബ് ചാനലും തുടങ്ങി വെച്ചിരിക്കുക. നമ്മുടെ 24-ൻ്റെ സംപ്രേഷണ സമയത്തിൻ്റെ 30% നമ്മുടെ വാർത്താ ചാനലിൻ്റെ സമയം ഇപ്പോൾ ഈ ഒരു വലിയ പ്രതിസന്ധിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അറിയുന്നതിനേക്കാളും കോടികളുടെ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. കുറേ കാലം നീണ്ടു നിന്നാൽ ചിലപ്പോൾ കടയടച്ചു പോകും. അപ്പോൾ കടയടപ്പിച്ചവൻ 24 തുടങ്ങി കടയടപ്പിച്ചവന് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ പേര് വരാൻ എനിക്ക് ഒരു ആഗ്രഹമില്ലെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ പക്ഷേ ഈ നാട് ചെന്നുപെട്ടിരിക്കുന്ന വലിയൊരു ദുരന്തം, വലിയൊരു അപകടം എന്താണെന്ന് നമ്മുടെ ആളുകളെ ബോധ്യപ്പെടുത്താൻ ഇത്രയും സമയം പോരാ എന്ന് പോലും എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ഏറ്റവും നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അമ്മമാർ, ഇപ്പോൾ അമ്മമാരുടെ ആർമി ഇവിടെ കണ്ടപ്പോൾ എൻ്റെ സന്തോഷം എന്താണെന്നറിയാമോ? പല സ്ഥലത്തും അമ്മമാർക്ക് ഇപ്പോൾ ഉറക്കമില്ല, ഉമ്മമാർക്ക് ഉറക്കമില്ല. തൊട്ടടുത്ത മുറിയിൽ 8ലും 9ലും പഠിക്കുന്ന മകൻ MDMAക്ക് അഡിക്റ്റ് ആണെന്ന് അറിയുമ്പോൾ എങ്ങനെയാണ് ഇപ്പുറത്തെ മുറി കിടന്ന് ഉറങ്ങുന്നത്? ഒരു അമ്മ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, രാത്രിയിൽ കുട്ടികളുമായി പുറത്തൊക്കെ പോയി സംവാദമൊക്കെ നടത്തി തിരിച്ചു വരുന്ന മകൻ കോളിംഗ് ബെല്ലിൽ വിരലമർത്തുമ്പോൾ അവിടെ നെഞ്ചിലൊരു ആളലാണ്, ഒരു തീയാണ്. കാര്യം വാതിൽ തുറക്കുമ്പോൾ അവൻ ഏതവസ്ഥയിലാണ് വരുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ കൊലക്കത്തി വീശി അവൻ ഉള്ളിലേക്ക് കയറി വരും. ഉറങ്ങിക്കിടക്കുന്ന അമ്മയുടെ കഴുത്തിൽ സാരി മുറുക്കി കൊലപ്പെടുത്താനും അമ്മയുടെ പള്ളയ്ക്ക് കത്തി കയറ്റാനും അമ്മയോട് സോറി പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് വെഞ്ഞാറമൂടിലെ അപാൻ എന്ന് പറയുന്നൊരു കൊലപാതകം നിങ്ങൾ കേട്ടല്ലോ. അതായത് 6 പേരെ ഒരേ ചുറ്റി കൊണ്ട് തിരുനെറ്റിയിൽ അടിച്ച് തറയിലിട്ട് 5 പേരെ കൊലപ്പെടുത്തി കുളിച്ച് കുട്ടപ്പനായി പോൺസ് പൗഡറൊക്കെ അടിച്ച് മണക്കുന്ന സാധനമൊക്കെ അടിച്ചിട്ട് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കയറിയിട്ട് പറഞ്ഞു, ഞാൻ 6 പേരെ കൊന്നു കളഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ CI തമാശ പറയാൻ നീ ആ മൂലയ്ക്ക് ബെഞ്ചിലോട്ട് ഇരിക്കാൻ പറഞ്ഞു. അരമണിക്കൂർ എടുത്ത് ആ പാവ സർക്കിൾ ഇൻസ്പെക്ടർ ഇവൻ കൊലപ്പെടുത്തുകയാണെന്ന് മനസ്സിലാക്കാൻ. കാരണം ഒരു പോലീസുകാരനോ അവന് വട്ടാൻ തോന്നുന്നു. എന്നാലും താനൊരു കാര്യം ചെയ്യും, അവിടെ പോയിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വരൂ, അവിടെ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന്. പുള്ളി അവിടെ ചെന്ന് ഒരു വാതിലൊക്കെ കൊണ്ട് തുറന്നപ്പോൾ 2 പേര് ചുറ്റി കൊണ്ട് അടിച്ചവൻ തറയിലിട്ടത് ചത്ത് കിടക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ അവൻ്റെ ഉമ്മ നമ്മുടെ 24-മായി നടത്തിയ ഒരു അഭിമുഖത്തിൽ തന്നെ പറഞ്ഞു, ക്ഷമിക്കണം ഉമ്മ എന്ന് പറഞ്ഞിട്ട് അവൻ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താനാണ് ശ്രമിച്ചത്. ഉമ്മമാരെങ്ങനെ ക്ഷമിക്കും? നിങ്ങൾക്കറിയുന്ന പോലെ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെയൊക്കെ പള്ളിക്കൂടത്തിലേക്ക് അയച്ചിട്ട് വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന അമ്മമാരെ ഞെട്ടിക്കുന്ന കഥ അറിയുകയാണ്. മകളിപ്പോൾ മറ്റൊരു സംഘത്തിൻ്റെ വലയിലാണ്, അവൾ ഇതിൻ്റെ കാരിയറാണ്. പല കുട്ടികളും നിങ്ങൾക്കറിയില്ല. ഈ കൂളെന്ന് പറയുന്നൊരു മിഠായി കേരളത്തിലെ ചില പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളും സ്കൂൾ വരാന്തയിലും ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതിൽ ലഹരിയുടെ അംശം കലർത്തും. ഈ അമ്മമാരുടെ ആർമി ജാഗ്രത പാലിക്കേണ്ടത് അവിടെയാണ്. 1, 2, 3, 4, 5 ദിവസം കഴിയുമ്പോൾ ഇവർ ലഹരിയുടെ ഇൻറ്റൻസിറ്റി തീവ്രത ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന അവസാനം ഈ മുട്ടായി കൊടുക്കുന്നവനെ അന്വേഷിച്ച് പോകുന്ന രീതിയിൽ ആ ലഹരി ഇങ്ങനെ പതയും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അഡിക്റ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളാണെങ്കിൽ വേറെ രീതിയിൽ ചൂഷണം ചെയ്യുമെന്ന് മാത്രമല്ല, അവരുടെ ചിത്രങ്ങൾ അവർ ശേഖരിക്കും, ഭീഷണിപ്പെടുത്തും വീട്ടുകാരെ, സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന് പറയും. എന്താണെന്നറിയാമോ അവരുടെ ആവശ്യം? ഈ സാധനം, ഈ മാരകമായ വിഷം കുട്ടികൾക്ക് സ്കൂളിൽ വിതരണം ചെയ്യുന്ന ജോലി ഏറ്റെടുക്കുന്ന കാരിയറായി ഇവർ മാറും. നമ്മുടെ കുട്ടികളെക്കുറിച്ച് എന്തെല്ലാം പ്രതീക്ഷയാണ് നമുക്ക്. ഒരു കുട്ടി വളരുമ്പോൾ ഒരു ഉമ്മ മനസ്സിലാക്കുന്ന കാര്യം, കൈകാലുകൾ വളരുന്നതും കാത്ത് ഈ കുട്ടി ആകാശത്തോളം ഉയരുന്നൊരു ദിവസമൊക്കെ നമ്മൾ സ്വപ്നം കാണും. നമ്മുടെ സ്വപ്നത്തിൻ്റെ കടയറുത്ത് വീഴ്ത്തും ഈ മാരക വിപത്ത്. നമ്മൾ താമസിച്ചു എന്നുള്ളത് അക്ഷരം പ്രതി ശരിയാണ്. ഇത് മുഖ്യമന്ത്രിയോട് പോലും ഞാൻ നേരിട്ട് പറഞ്ഞു, നമ്മൾ താമസിച്ചു പോയി. പക്ഷേ താമസിച്ചു പോയി എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാതെ കാത്തിരിക്കാൻ കഴിയില്ല. അമ്മമാരുടെ കണ്ണുനീര് ഈ ഭൂമിയിൽ വീണു തുടങ്ങി. ചൂടു കണ്ണീര് ഭൂമിയിൽ വീണ് ഭൂമി വെന്തു തുടങ്ങിയ ഒരു വേളയിലാണ് ഞങ്ങൾ വാർത്താമുറി വിട്ട് ജനങ്ങളുമായി സംവദിക്കാനായിട്ട് ഈ കാസർഗോഡ് വരെ നീളുന്നൊരു യാത്ര ഏറ്റെടുത്തത്. ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്, എനിക്ക് വല്ല രാഷ്ട്രീയ താല്പര്യം വല്ലതും ഉണ്ടോ എന്ന്. എന്തോ താല്പര്യം? വയസ്സാം കാലത്ത് 65 വയസ്സ് കഴിഞ്ഞു. ഇതൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ 30-ാം വയസ്സിൽ ചെയ്യണമായിരുന്നു. രാഷ്ട്രീയമൊന്നുമല്ല, ഇതിലൊരു രാഷ്ട്രീയമേ ഉള്ളൂ. ജീവിതം
ജീവിതം നമ്മൾ മോന്തോത്തി വേണ്ടെന്ന് വിജയന് തോന്നിയതാ കേട്ടോ. ജീവിതം എന്ന് പറയുന്നത് വലിയ ലഹരിയാണ്. നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ നമുക്ക് കുടുംബ ബന്ധങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് കേരളം. നമുക്ക് തൊട്ടയലത്തെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആപത്തുണ്ടായാൽ നമ്മൾ ഓടിയെത്തും. പ്രളയകാലത്ത് നമ്മൾ എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു. മലപ്പുറത്തു നിന്ന് ആളുകൾ കൊല്ലത്തും ആലപ്പുഴയിലും തിരുവനന്തപുരത്തും ഒക്കെ പോയി എന്തെല്ലാം സേവനങ്ങളാണ് ചെയ്തത്. പ്രളയത്തിൽ മുങ്ങിപ്പോകുമായിരുന്നൊരു ജനസമൂഹത്തെ പിടിച്ചു നിർത്തിയ ചരിത്രം മലപ്പുറത്തിനുണ്ടല്ലോ. അതേപോലെ കോവിഡ് വന്നു, ഒരു ചെറിയ കൃമികീടം നമ്മുടെ സമാധാനം കെടുത്തിയപ്പോൾ നൂറുകണക്കിന് ആളുകൾ റോഡിൽ മരിച്ചു വീഴുന്ന അവസ്ഥയുണ്ടായപ്പോൾ എത്രയോ ആളുകളാണ് കോവിഡിനെതിരെ പൊരുതാനായി റോഡിലിറങ്ങിയത്. കോവിഡിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇന്ന് നമ്മൾ ഈ കാണുന്നത്. കാരണം എന്താണെന്നറിയാമോ? ചിലപ്പോൾ ഉറവിടങ്ങൾ അന്വേഷിച്ച് പോകുന്ന നമ്മുടെ പോലീസ് സംഘം ഈ ഉറവിടങ്ങൾ അപ്പാടെ തച്ചു തകർത്തു എന്ന് വരും. എന്നേക്കുമായി ഇതിൻ്റെ വിൽപ്പനക്കാരെ കയ്യാമം വെച്ച് ജയിലിലിട്ടു എന്ന് വരും. ഒരിക്കലും ഒരു വിൽപ്പനക്കാരന് കേരളത്തിൽ ചുറ്റി നടക്കാൻ കഴിയാത്ത സാഹചര്യം നമ്മുടെ പോലീസ് സേന ഉണ്ടാക്കിയെന്ന് വരും. അവിടെയല്ല പ്രശ്നം. ഇതിലേക്ക് മുഖം കുത്തി വീണ കുറേ ആളുകളുണ്ടല്ലോ, അവരെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ വലിയ പാടാണ്. അത്ര എളുപ്പമല്ല. 7 കൊല്ലമായും 12 കൊല്ലമായും ഇവരുടെ ആയുസ് ചുരുങ്ങിപ്പോകുമെന്ന് മാത്രമല്ല, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിലായിരിക്കും കഴിയുക. കണ്ണുകളൊക്കെ പുറത്തേക്ക് തള്ളി വരും. ഒട്ടം തെറ്റി കോലം കെട്ട് വികൃതമായി നമ്മൾ വളർത്തിവിട്ട കുഞ്ഞാണോ ഇതെന്ന് സംശയം തോന്നും. ഞാൻ ഈ യാത്രക്കിടയിൽ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ ഇങ്ങനെ ഉള്ള ഒരു ചെറിയ കുട്ടിയെ കണ്ടു. സത്യം പറഞ്ഞാൽ നമുക്ക് കരൾ പിടഞ്ഞു പോകും അവനെ കാണുകയാണെങ്കിൽ. കാരണം എത്ര നല്ല കുട്ടിയായിരുന്നു എന്ന് വിചാരിച്ചാൽ ആ ഒരു പടവും അവിടുത്തെ ഡോക്ടർ എന്നെ കാണിച്ചു തന്നു. ഇവൻ എങ്ങനെ ഇരുന്നു ഇവൻ്റെ ആദ്യകാലം. സത്യത്തിൽ നമുക്ക് ആ പടമൊന്നും ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കുട്ടികളുടെ ക്രൂരത പാടില്ല എന്നതുകൊണ്ട്. പക്ഷേ ഒന്ന് നമ്മൾ തിരിച്ചറിയണം, സ്കൂൾ ബാഗുകൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അമ്മമാർ പരിശോധിക്കണം. അതിനകത്ത് കുട്ടിയുടെ സ്വാതന്ത്ര്യ അവകാശം നമ്മൾ ചോദിക്കാൻ പാടില്ല. അതേസമയം അമ്മമാർ വളരെ വിജിലൻ്റ് ആയിരിക്കണം. സെൻസിറ്റീവായ ഒരു തലമുറയാണ് ഈ കുട്ടികൾ. 2K കിഡ്സ് എന്നൊക്കെ പറയുമ്പോൾ വളരെ സെൻസിറ്റീവാണ്. എടുത്ത് ആറ്റി ചാടിക്കളയാം, 7 നിലയിൽ നിന്ന് താഴെ ചാടിക്കളയാം എന്നൊക്കെ തീരുമാനിക്കാൻ 1 സെക്കൻഡ് പോലും വേണ്ട ഇവർക്ക്. ഒരു കുട്ടി മരിച്ചു പോയാലുള്ള ദുഃഖം നേരിടുന്ന ഒരുപാട് അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ആഷ്മി പറഞ്ഞതുപോലെ നമ്മുടെ ഈ പ്രത്യക്ഷമായ ഒരു സമരം സന്ധിയില്ലാത്തൊരു സമരമാണ്. ദിസ് ഈസ് എൻ അൾട്ടിമേറ്റ് വാർ അഗൈൻസ്റ്റ് ഡ്രഗ്സ്. ഒരു അന്തിമ യുദ്ധത്തിന് നമ്മൾ ഇറങ്ങുമ്പോൾ അത് ഫ്ലാഗ് ഓഫ് ചെയ്ത് 100-ലധികം അമ്മമാരാണ്. അതിൽ അമ്മമാരെന്ന് പറഞ്ഞാൽ ചില അമ്മമാരെന്ന് വെച്ചാൽ തീ കോരിയിട്ട മനസ്സുമായിട്ടാണ് അവരവിടെ വന്നത്. ഈ അമ്മമാർ സ്വന്തം കുട്ടികളുടെ ശവം കാണാൻ ഭാഗ്യമോ നിർഭാഗ്യമോ ഉണ്ടായ അമ്മമാരാണ്. ഹോസ്റ്റൽ മുറികളിൽ റാഗിങ്ങിന് വിധേയമായ സിദ്ധാർത്ഥൻ്റെ അമ്മ വരെ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങളറിയണം, ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ ശാപമെന്ന് പറയുന്നത് അയാൾ ജീവിച്ചിരിക്കെ അയാളുടെ മകനോ മകളോ മരിച്ചു പോവുക എന്നതാണ്. ഞങ്ങൾ ഇതിനിടയിൽ ഞങ്ങളുടെ യാത്രയുടെ ഭാഗമായിട്ട് കൊട്ടാരക്കര താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനെ നിങ്ങൾക്ക് അറിയാം. ഡോക്ടർ വന്ദനയുടെ വീട്ടിൽ ഞങ്ങൾ പോയി. ഡോക്ടർ വന്ദനയുടെ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന ആ വീട്ടിൽ ഞങ്ങളിങ്ങനെ കറങ്ങി നടക്കുമ്പോൾ അവളുടെ മുറി അതേപോലെ അവർ സംരക്ഷിച്ചിരിക്കുകയാണ്. ഡോക്ടർ വന്ദന മരിച്ചില്ല എന്ന് വിശ്വസിച്ച ഒരു അമ്മ അതിൻ്റെ ഉള്ളിൽ കണ്ണീരും കൈയുമായി കഴിയുകയാണ്. ഡോക്ടർ വന്ദന, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ആ അച്ഛൻ ഈ ലോകത്തോട് കേരളത്തിൻ്റെ മനസ്സാക്ഷിയോട് ചോദിച്ചൊരു ചോദ്യം. എൻ്റെ മകളെ ഇങ്ങനെ തുരുതുര ആ കാപാലികൻ കുത്തി മുറിവേൽപ്പിക്കുമ്പോൾ അവൾ നെഞ്ചു പിടഞ്ഞ് രക്ഷയ്ക്ക് വേണ്ടി കരയുമ്പോൾ ഒരു കസേരയെടുത്ത് അവൻ്റെ മണ്ടയ്ക്കടിക്കാൻ ഈ നാട്ടിൽ ആളില്ലാതെ പോയല്ലോ എന്ന് തലയിൽ കൈവച്ചാണ് ആ പിതാവ് പറഞ്ഞത്. അതേപോലെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ MDMA വരുന്ന കാപാലികൻ്റെ കൈ അടിച്ച് തകർക്കാൻ, അവൻ്റെ തലയടിച്ച് പൊട്ടിക്കാൻ നമ്മുടെ നാട്ടിൽ ആളില്ലേ എന്നൊരു അമ്മ നാളെ ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാൻ കാണില്ല. വന്ദനയുടെ അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് വന്ന് നമുക്ക് മറുപടി പറയാൻ പറ്റിയില്ല. ഇന്നും നമുക്ക് പറയാൻ കഴിയുന്നില്ല. വന്ദനയൊക്കെ ഓർമ്മയാകും, ചരിത്രത്തിലേക്ക് അവൾ ചേക്കേറും. പണ്ടെന്നോ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി ഇങ്ങനെ ഒരു ജൂനിയർ ഡോക്ടർ കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കും. പക്ഷേ ആ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീരിന് എന്തെങ്കിലും ഒരു അറുതി ഉണ്ടാകുമോ? ആ ചൂട് കണ്ണീർ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഇതേ അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ കുറച്ച് അമ്മമാർക്ക്. അമ്മമാർ സേന ഉണ്ടാക്കുന്നത് ഏറ്റവും വലിയ ദൗത്യമാണ്. ഞാൻ ഈ അമ്മമാർ ചൂലെടുക്കണമെന്ന് പറയാൻ കാരണം ഇതൊരു മാലിന്യമാണ്. കേരളം എന്ന് പറയുന്ന മനസാക്ഷിയിലേക്ക് ചില നരാധമന്മാർ ഒഴുക്കിവിടുന്ന മാലിന്യമാണ്. ഈ മാലിന്യം അടിച്ചു വാരാൻ അച്ഛനേക്കാളും ബാപ്പയെക്കാളും യോഗ്യര അമ്മയാണ്. കാര്യം ഒരു അമ്മയ്ക്കാണ് ഒരു മകളുടെ വഴിതെറ്റലിൽ ഏറ്റവും വേദന ഉണ്ടാകുക. കാരണം പലപ്പോഴും പിതാവ് ഈ വളരുന്നത് പോലും ചിലപ്പോൾ നേരിട്ട് കണ്ടുവെന്ന് വരില്ല. എന്നാൽ ഒരു ഗർഭിണിയായ ഒരു കാലം മുതൽ അമ്മ അറിയുകയാണ് അവൻ്റെ അനക്കം, അവൻ്റെ നടപ്പ്, അവൻ്റെ പോക്ക്, അവൻ്റെ വരവ്, അവൻ്റെ ഭാവമാറ്റം എല്ലാം.
അപ്പോൾ വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്. സെൻസിറ്റീവായ ഒരു തലമുറയായതുകൊണ്ട് നിങ്ങൾ അവരെ വെറുപ്പിക്കാതെ പ്രകോപിപ്പിക്കാതെ നിങ്ങളത് ചെയ്യണം. ഞാനിത് പറയാൻ കാരണം, ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൻ്റെ വരാന്തയിൽ ഒരു മുളങ്കാട്ടിൽ കുറേ കുട്ടികൾ രാവിലെ പോയി MDMA കഴിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഞങ്ങളവിടെ പോയപ്പോൾ ഞങ്ങൾ അറിഞ്ഞതാണ്. അന്ന് പക്ഷേ ആരെയും കാണാൻ പറ്റില്ല. കാര്യം അവർ വാട്സാപ്പിൽ സന്ദേശം അയച്ചു, SKN ഇറങ്ങിയിട്ടുണ്ട്, ഇന്ന് അങ്ങോട്ട് പോകണ്ടെന്ന്. അപ്പോൾ നമ്മളെന്തോ കടുവ ഇറങ്ങിയെന്ന് പറയുന്ന പോലെ അവർ സ്ഥലം വിട്ട് കളഞ്ഞു. പക്ഷേ അവിടെ നമ്മുടെ കൂടെ അപ്പോൾ എക്സൈസുകാരൊക്കെ ഉണ്ടായിരുന്നു. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ മുളങ്കാട് അടപ്പിക്കാൻ പറ്റാത്തത്? നിങ്ങളുടെ കൺമുന്നിലല്ലേ ഇതൊക്കെ നടക്കുന്നത്? അപ്പോൾ ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ ഇവിടേക്ക് വരികയാണ്. MDMA ആണ് അവിടുത്തെ പരസ്യമായ ആയുധം. അപ്പോൾ അയാൾ പറഞ്ഞു, ആ കാണുന്നത് മനസ്സിലായി, അത് ശാസ്താംകോട്ട കായലാണ്. ശാസ്താംകോട്ടയിൽ വെള്ളം കൊടുക്കുന്ന ശുദ്ധയിലെ തടാകം ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ കുട്ടികൾ ആരെങ്കിലും എടുത്ത് ഈ കായലിൽ ചാടി മരിച്ചാൽ നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ ഞങ്ങളെ വെറുതെ വിടുമോ? ഞങ്ങളുടെ തൊപ്പിയെതിരിക്കത്തില്ലേ? അത് ഞങ്ങൾക്ക് ആ ഭീതിയാണ്. ഈ ഭീതി എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇത് ആരെങ്കിലും പോലീസുകാരോ എക്സൈസുകാരോ കേൾക്കുന്നെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഭയക്കരുത്. ഇതൊരു ചരിത്ര ദൗത്യമാണ്. ഒരു ചരിത്ര ദൗത്യം എന്ന് പറഞ്ഞാൽ, ഈ അവസരത്തിൽ നിങ്ങൾ ഭരണഘടനാ സ്ഥാപനമെന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിഫോമിനോട് നീതി പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഈ ചരിത്രം നിങ്ങൾക്ക്, ഒരുപക്ഷെ കേരളം നിങ്ങൾക്ക് മാപ്പ് തരില്ല. കാരണം ഒരു രാഷ്ട്രീയ ഇടപെടലും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇക്കാര്യത്തിൽ ഇല്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാം. മുഖ്യമന്ത്രിയും ഞാനും നടത്തിയ ഒരു അഭിമുഖം 24 സംപ്രേഷണം ചെയ്തിരുന്നു. അത് പലരും കണ്ടിട്ടുണ്ടാകും. അതിൽ മുഖ്യമന്ത്രി ഉറപ്പിച്ച് പറഞ്ഞു, രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകില്ല. അന്ന് വൈകുന്നേരം തന്നെ സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഒരു സർക്കുലർ പോയിട്ടുണ്ട്, ആരുടെയും ഇടപെടൽ വേണ്ട, നീതി നടത്തിക്കോളൂവെന്ന്. ഇത്രയും സ്വാതന്ത്ര്യം പോലീസിന് കിട്ടിയ, എക്സൈസിന് കിട്ടിയ ഒരു കാലം ഉണ്ടായിട്ടില്ല. ഇനി അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവരുടെ പിഴവാണ്. ഇനി അധ്യാപകരുടെ കാര്യം, അധ്യാപകർ പലപ്പോഴും സ്കൂളിൽ കുട്ടികൾ മോശകോടന്മാരായ മാറി നിൽക്കും. കുട്ടികളെ ശാസിക്കാൻ അവർ തയ്യാറല്ല, ഒരു ചൂരലെടുക്കില്ല. ഇനി ചൂരലെടുക്കണം. കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചൂരലെടുക്കാമെന്ന്. എന്ന് മാത്രമല്ല, പോലീസ് സ്റ്റേഷൻകാരോട് കോടതി ഒരു അൾട്ടിമാറ്റം കൊടുത്തിട്ടുണ്ട്. അനാവശ്യമായി അധ്യാപകരുടെ മേൽ കേസെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പ്രോസിക്യൂഷൻ ഇടുന്നതിന് മുമ്പ് അന്വേഷിക്കണം, അധ്യാപകന്മാരുടെ പേരിൽ പരമാവധി കേസ് ഒഴിവാക്കണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ആ ശാസനം നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് ധൈര്യമായി ഇതിൽ ഇടപെടാം. അധ്യാപക ജോലി വെറും ഒരു ജോലിയായിട്ട് നിങ്ങൾ കാണരുത്. ഞാനും കുറച്ചു കാലം ഒരു കോളേജിൽ പഠിപ്പിച്ച ഒരാളാണ്. ഒരു കാരണവശാലും അതൊരു ജോലിയല്ല, അതൊരു സേവനമാണ്. ഈ നാട് നിങ്ങളുടെ സേവനത്തിനായി ദാഹിക്കുന്നു, നിങ്ങളുടെ ഇടപെടലുകൾക്കായി ദാഹിക്കുന്നു. ഒരു ഇഞ്ച് പോലും നിങ്ങൾ മാറാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അധ്യാപകർ ചൂരൽ കയ്യിൽ എടുക്കണം. മാതാപിതാക്കൾ ഒന്നുകൂടെ ചെയ്യണം. ഏതെങ്കിലും ഒരു അധ്യാപകനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പരാതി കേട്ടാൽ ഉടനെ എടുത്തു പിടിച്ച് പള്ളിക്കൂടത്തിലോട്ട് പോകരുത്. മിക്കവാറും പിള്ളേരുടെ കയ്യിലായിരിക്കും മിസ്റ്റേക്ക്. അതുകൊണ്ട് സ്കൂളിൽ പോയി അധ്യാപകനെ വഷളാക്കുന്ന ഒരു രീതി കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ അവലംബിച്ചു. അതിൻ്റെ പതനമാണിപ്പോൾ. അധ്യാപകർ മാറി നിൽക്കുകയാണ്. അവരെ നമ്മൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും അവർക്ക് ഈ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ആത്മവിശ്വാസം കൊടുക്കുകയും വേണം. ഒരധ്യാപകൻ്റെ പ്രശ്നം വന്നാൽ ഒരു മുനിസിപ്പാലിറ്റി മൊത്തമായി നിങ്ങളുടെ കൂടെ നിൽക്കും എന്ന് മുനിസിപ്പാലിറ്റിയും ഡോക്ടറും പറയട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, കേരളത്തിൽ രക്തപ്പുഴ ഒഴുകുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. ഈ നരാധമന്മാരെ കയ്യാമം വയ്ക്കാൻ കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം ഒരു ദിവസം 300-ഓ 400-ഓ ആളുകൾ ഇപ്പോൾ ഒരു കണക്ക് പ്രകാരം MDMA പോലുള്ള രാസലഹരി ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിൽ. 30 ദിവസമാകുമ്പോൾ എത്ര അമ്മമാരുടെ കണ്ണുനീര് അവിടെ ഉണ്ടാകുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇനി ഒരാൾ പോലും ഈ രാസലഹരി കഴിക്കാതെ ആകണമെങ്കിൽ കേരളത്തിലേക്ക് ഈ ബാംഗ്ലൂർ പോലെയുള്ള നഗരങ്ങളിൽ നിന്ന് രാസലഹരി ഒഴുകുന്നത് തടയണം. പോലീസ് ശ്രമിക്കുന്നുണ്ട്. പോലീസിന് മാത്രം കഴിയുന്ന കാര്യമല്ല. ഈ ട്രെയിൻ വഴിയും ബസ് വഴിയും ആളുകൾ വഴിയും കൊറിയർ വഴിയും ഈ സാധനം ഇങ്ങനെ വന്ന് കയറുകയാണ്. ഈ രാസലഹരി വിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെ നമുക്ക് ഒറ്റപ്പെടുത്താൻ കഴിയണം. അവരെ അടിച്ചോടിക്കണം. അവിടെ ആ ചൂരിൻ്റെ പ്രസക്തി, അടിച്ചോടിക്കണം. കാരണം ഇവർ ചെയ്യുന്ന പാതകം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കുരുന്നുകളെ കൊല്ലപ്പെടുത്താനുള്ള അവരുടെ നീക്കമാണിത്. അവരെ കൊന്നൊടുക്കാനുള്ള നീക്കമാണിത്. ഒരു കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ശക്തി സ്തംഭമായി മാറേണ്ട, പുതിയ തലമുറയെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു നീക്കമാണ് ഈ നരാധമന്മാർ ചെയ്തു വയ്ക്കുന്നത്. അവർക്ക് മാപ്പില്ല. അവരമ്പരചുംബികളായ രമ്യകർമ്മങ്ങൾ നിർമ്മിക്കാനോ അതല്ലെങ്കിൽ ഈ സമൂഹത്തിലെ VIP ചമഞ്ഞ് നടക്കാനോ പണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ ആളുകളെ നമ്മൾ കയ്യാമം വയ്ക്കാൻ പിടിച്ചു കൊടുക്കണം പോലീസിന്. ഇതിനൊരു സിവിൽ അധികാരം ജനങ്ങൾക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അനീതി ചെയ്യുന്നവനെ പിടിച്ചു കൊടുക്കാനുള്ള അവകാശം ഭരണഘടനാപരമായി നമ്മുടെ ജനങ്ങൾക്കുണ്ട്. നിങ്ങൾ കയ്യാങ്കളി കാണിക്കരുത് മാത്രമേ ഉള്ളൂ. അവനെ പിടിച്ചു കൊടുക്കണം, പോലീസിന് വരുത്തണം. എൻഫോഴ്സ്മെൻറ്റ് പോലീസിൻ്റെ ജോലിയാണ്. നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്. എന്നാൽ നിങ്ങൾക്ക് പിടിച്ചു കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ചിലപ്പോൾ ഒരു ചായക്കടയിലോ പെട്ടിക്കടയിലോ പീടികയിലോ ഒക്കെ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വിറ്റഴിക്കുന്നുണ്ടാകും. അവന് ഭയമാകണം. കോട്ടക്കൽ മുനിസിപ്പാലിറ്റി വിളിച്ചു പറയണം, ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് അങ്ങനെ ഏതെങ്കിലും ഒരുവൻ കച്ചവടം ചെയ്താൽ മുഖം നോക്കാതെ അവൻ്റെ കഴുത്തിന് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇടുമെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ ധൈര്യമായി പറയണം.
ഈ മുനിസിപ്പൽ ചെയർപേഴ്സണെ നിങ്ങൾ അമ്മമാർ പിന്തുണയ്ക്കണം. അതാണ് ഞാൻ പറയുന്നത്. കാരണം കേരളത്തിൽ ഇങ്ങനെയുള്ള വിൽപ്പനക്കാർ ഒരാൾ പോലും ബാക്കിയാകരുത്. അവിടെയായിരിക്കണം അമ്മമാരുടെ ആർമി സജീവമാകേണ്ടത്. ഈ സാഹചര്യത്തിൽ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാം. ഈ യാത്ര 19-ാം തീയതി കാസർഗോഡ് അവസാനിക്കും. ഞങ്ങൾ 3 പേരും അതുപോലെ ഞങ്ങളുടെ കൂടെ ഈ പങ്കെടുക്കുന്ന ആളുകളൊക്കെ വല്ലാത്ത നിരാശയുണ്ട്. കാരണം ഈ കേരളത്തെ ഞങ്ങൾ അറിഞ്ഞില്ല. ഞാനൊക്കെ ടെലിവിഷനിൽ വന്നിട്ട് തന്നെ 30 കൊല്ലമായി, റേഡിയോയിലും ടെലിവിഷനിലുമായിട്ട് 40 കൊല്ലമായി. ഇങ്ങനെയൊരു കേരളമാണിതെന്ന് നമ്മൾ അറിയാതെ പോയി. കേരളത്തെ പുതിയതായി പഠിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ. എവിടെയാണ് നമുക്ക് തെറ്റിയത്? നമ്മുടെ ആളുകൾക്ക് എന്താണിത് മനസ്സിലാക്കാതെ പോയത്? ഇത്രയധികം മാരകമായ ഒരു സാധനം കേരളത്തിൽ പടർന്ന് വ്യാപിച്ചിട്ടും നമ്മൾ എന്തേ അറിയാതെ പോയി? നമ്മുടെ അപരാധം. നമ്മൾ ഈ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ പത്രത്തിൽ വായിച്ച് ആവേശം കൊള്ളുമ്പോൾ അതിൻ്റെ അടിയിലൂടെ ഗംഗ ഒഴുകി വരുന്നത് പോലെ ഇങ്ങനെ ഒരു രാസലഹരി കേരളത്തിലേക്ക് ഒഴുക്കി വിടുകയായിരുന്നു. ബംഗളൂരു പോലെ മഹാനഗരങ്ങളിലിരുന്ന് അധോലോക ഭീമന്മാർ. നിങ്ങൾക്കറിയുന്ന പോലെ ഈ മാഫിയ സംഘത്തിൻ്റെ പേര് കർണാടകത്തിൽ മാത്രമല്ല, ഏറ്റവും വലിയ മാഫിയ സംഘം താൻസാനിയ പോലെ സ്ഥലങ്ങളിലാണ്. നിങ്ങൾക്കറിയാം, ഹൈബ്രിഡ് കഞ്ചാവ് MDMA-ക്കാളും വലുതാ. അത് ഈയിടയ്ക്ക് പിടിച്ചു കേരളത്തിൽ നിന്ന്. അതും വിൽപ്പനയ്ക്ക് കേരളത്തിലേക്ക് ഒഴുകി വന്നു. ഇപ്പോൾ കേരളത്തിൽ കിട്ടാത്തതാ ബ്രൗൺ ഷുഗറും കൊക്കൈനും ഇതെല്ലാ സാധനവും. അത് കൂടാതെ ഇഷ്ടം പോലെ ബാറുകളും. കരുനാഗപ്പള്ളിയാണോ ചാലക്കുടിയാണോ 1-ാം സ്ഥാനത്ത് എത്താനുള്ള മത്സരം നടക്കുക കേരളത്തിലെ പറ്റി. നമ്മുടെ ടീച്ചർ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് ഈ നാട്ടിൽ സംഭവിക്കുന്നത്? നമ്മളിനി ഒരു നിമിഷം കൂടി കണ്ണടച്ചിരുന്നാൽ ഈ കൊലക്കത്തി നമ്മുടെ നേരെയും പാഞ്ഞു വരും. എനിക്കൊക്കെ പാതിരാ നേരം വണ്ടികളിൽ പോകുന്ന സമയത്ത് ആരെങ്കിലും ഒരു വണ്ടി നിർത്തി എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ വന്നാൽ ഞാൻ ഗ്ലാസ് കൂടി ഇട്ടിട്ട് കടന്നു പോകത്തേ ഉള്ളൂ, സംസാരിക്കില്ല. കാരണം ചെറിയൊരു പയ്യനായിരിക്കും, നമ്മൾ വിചാരിക്കും നമ്മളെ TV കണ്ടുകൊണ്ട് വരുവാന്ന്. അവൻ കത്തി കയറ്റിക്കളയും നമ്മളെ. കാരണം അങ്ങനെ ഒരു അവസ്ഥയിൽ വരുന്ന MDA-ക്കാരന്മാർ റോഡിലിറങ്ങി നടക്കുന്ന ഒരു ചുറ്റുപാടിൽ നമുക്കൊറ്റ വഴിയേ ഉള്ളൂ. ആത്യന്തികമായി അൾട്ടിമേറ്റ് വാറിന് സമയമാകുന്നു. നമുക്കിനി MDMA-ക്കാരനെ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. ഈ നാട് നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഈ നാട് എന്ത് ചെയ്തു എന്ന് ആലോചിക്കുന്നതിന് പകരം നിങ്ങൾ ഈ നാടിന് എന്ത് ചെയ്തു എന്നാലോചിക്കാനുള്ള സമയമാകുന്നു. രാഷ്ട്രീയത്തിനും മതത്തിനും സമുദായത്തിനൊന്നും പ്രസക്തിയില്ല. കേരളമെന്ന് പറയുന്ന ഈ പുണ്യഭൂമിക്ക് ഇതേപോലെ സമാധാനത്തോടെ കഴിയണമെങ്കിൽ അവസാനത്തെ MDMA-ക്കാരനും നാട് വിട്ടുപോകണം. അവൻ ഈ സംഘടിത ശക്തിയെ ഭയപ്പെടണം. ഈ വിദേശ നാടുകൾ നിങ്ങൾക്കറിയാം, ഈ ഗ്വാട്ടിമാല പോലെ ലാറ്റിൻ അമേരിക്ക ചില രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെ ചെന്നാൽ കഞ്ചാവൊക്കെ ലീഗലാണ്, നമുക്ക് ഇഷ്ടംപോലെ വാങ്ങിച്ചെടുക്കാം. അതേപോലൊരു സംസ്ഥാനമായി കേരളം അധപ്പതിക്കാൻ പാടില്ല. ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നത് ബ്രൗൺ ഷുഗർ കഴിക്കാനായിരിക്കും, അതല്ലെങ്കിൽ MDMA കിട്ടാനായിരിക്കും. ആ ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാകരുത്. ഒരു തലമുറ കുരുന്നുകൾ കൊല ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. 7 കൊല്ലത്തിലേക്ക് അവൻ്റെ ജീവൻ നശിച്ചു പോകാനും പരിമിതപ്പെടാനും സാധ്യതയുണ്ട്. അമ്മമാർ ചൂലെടുക്കൂ, അമ്മമാരുടെ ആർമി ശക്തമാകൂ. ഈ മാസം 20-ാം തീയതി കോഴിക്കോട് നമ്മളൊരു മഹാസമ്മേളനം ചേരും. വൈകുന്നേരം 4 മണിക്ക്. ഞായറാഴ്ച കോഴിക്കോട് ബീച്ചിലാണ്. കോഴിക്കോട് ബീച്ചിൽ 1,00,000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ഈ മഹാസമ്മേളനത്തിൽ എല്ലാ നരാധമന്മാരെയും ഈ നാട്ടിൽ വിൽപ്പന MDMA പോലുള്ള രാസലഹരി വിൽക്കുന്ന എല്ലാ അമ്മമാർക്കും നടുക്കമുണ്ടാക്കാനും അവൻ്റെ കോട്ടക്കൊത്തളങ്ങളിൽ പോലീസിനെ ധൈര്യമായി കടന്നു ചെന്ന് ബോംബിട്ട് തകർക്കണമെന്ന് പറയുന്ന ഒരേ ശബ്ദത്തിൽ പറയുന്നൊരു വലിയ ജനാരവം കോഴിക്കോട് ഈ 20-ാം തീയതി നമ്മൾ സംഘടിപ്പിക്കും. നിങ്ങളെല്ലാവരും കോഴിക്കോട് വരണം. ഇത്തിരി ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല. നമുക്ക് സമാധാനമായിട്ട് ഈ നാട്ടിൽ ജീവിക്കണ്ടേ? കോട്ടയ്ക്കൽ നമുക്ക് ജീവിക്കണ്ടേ? ഈ നാട്ടിൽ ഇതിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത. ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. നമ്മളാരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. ഇത് നമ്മളെല്ലാം ഉത്തരവാദികളാണ്. ഈ നാടിങ്ങനെ കൈവഴുതി പോകുമ്പോൾ നമ്മൾ നിശബ്ദരായി നോക്കി നിന്നു. അതിൻ്റെ ഫലമാണിത്. ഇനി നമുക്ക് കാത്തിരിക്കാൻ സമയമില്ല. നിങ്ങളെല്ലാവരെയും ഈ 20-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം കോഴിക്കോട്ടേക്ക് നമുക്ക് ക്ഷണിക്കുന്നു. നമ്മളുടെ സംഘടിത ശക്തി കാണുമ്പോൾ, നമ്മളുടെ സംഘടിത സ്വരം കാണുമ്പോൾ ഈ അധോലോക സംഘങ്ങൾ കേരളം വിട്ടു പോകണം. അതേപോലെ അറിഞ്ഞോ അറിയാതെയോ MDMA വിറ്റ് തുടങ്ങിയ ആളുകൾ മുഴുവനും ഈ പണി നിർത്തി കുന്താലി കയ്യിലെടുക്കണം. അവൻ അധ്വാനിച്ച് ജീവിക്കാൻ ഈ നാട്ടിൽ റോഡ് പണിക്കിറങ്ങിയാൽ പോരെ? നമ്മുടെ കുടുംബശ്രീയിലെ അമ്മമാർ എന്തെല്ലാം ജോലി ചെയ്യുന്നുണ്ട് ഈ നാട്ടിൽ. ഈ പണികളൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള കേരളത്തിൽ ഇങ്ങനെ വൃത്തികെട്ടൊരു രാസലഹരി വിൽപ്പന നടത്തി നമ്മുടെ ചെറുപ്പക്കാരെയും കുഞ്ഞു കുട്ടികളെയും കുരുന്നുകളെയും വഴിതെറ്റിക്കുന്നവന്മാർ പണി മതിയാക്കണമെന്ന് ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറയാൻ നിങ്ങളെ എല്ലാവരെയും നമ്മൾ കോഴിക്കോട്ടേക്ക് 20-ാം തീയതി ക്ഷണിക്കുന്നു. നിങ്ങളവിടെ എത്തുക, നമ്മളവിടെ ഉണ്ടാകും. ഗുഡ് ബൈ. ആഷ്മി ഇനി 2 വാക്ക് പറയും. പ്രിയപ്പെട്ട അമ്മമാരും ചേച്ചിമാരും സഹോദരിമാരും കുറേ അധികം സമയം നിൽക്കുകയാണ്. നേരത്തെ മെഴുകുതിരിയുമായി ഞങ്ങളെ കാത്ത് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികം സമയം നീട്ടില്ല. എന്തായാലും നേരത്തെ എസ്കേൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ മാസം 16-ാം തീയതി തിരുവനന്തപുരത്തു നിന്നും കുറേയധികം അമ്മമാരുടെ നെഞ്ചിലെ നീറ്റലിലെ തീയിൽ നിന്നുമുള്ള കൊളുത്തിയ ദീപശിഖ പ്രയാണം അതിങ്ങനെ തുടർന്ന് 9 ജില്ലകൾ പൂർത്തിയാക്കിയതായി ഇന്ന് 10-ാം ജില്ലയിൽ നമ്മൾ നിൽക്കുകയാണ്, മലപ്പുറത്ത്.
പ്രിയപ്പെട്ടവരെ, നമ്മൾ വാർത്താമുറിയിൽ നിന്ന് കണ്ട കാഴ്ചകളൊന്നുമല്ല ഗ്രൗണ്ടിൽ കണ്ട കാഴ്ചകൾ എന്നുള്ളത്. അത്യധികം ഭീതിയോടെ, പേടിയോടെ നമ്മൾ തിരിച്ചറിയുന്ന കുറേയധികം ദിവസങ്ങളുടെ യാത്രാനുഭവമാണ്. ഉറപ്പായും ഞെട്ടിക്കുന്ന യാത്രാനുഭവങ്ങൾ തന്നെയാണെന്ന് അതിൽ തർക്കമില്ല. നമ്മൾ കണ്ടു, നമ്മൾ ഈ വർഷം 2025 ജനുവരി 1-ാം തീയതി എന്ന് പറഞ്ഞാൽ ഡിസംബർ 31-ാം തീയതി ജനുവരി 1-ലേക്ക് പുലർന്നത് തന്നെ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് 15-16 വയസ്സായ 2 വിദ്യാർത്ഥികൾ ചേർന്ന് 30 വയസ്സുകാരനെ കുത്തിക്കൊന്നു എന്ന വാർത്തകൾ ജനുവരി 1-ാം തീയതിയിലത്തെ വാർത്തയാണ് കേട്ടോ. 2 കുട്ടികളും MDMA അഡിക്റ്റ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് അഫാൻ മുതൽ എത്ര ചോരപ്പുഴ ഒഴുക്കിന്റെ കഥകൾ നമ്മൾ കേട്ടു. എത്ര നട്ടല് മരവിച്ചു പോകുന്ന, മനസ്സ് മരവിച്ചു പോകുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഈ യാത്രയ്ക്കുള്ള തീരുമാനം. SKN പോലൊരു മാധ്യമപ്രവർത്തകൻ 40 വർഷത്തെ അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തന ജീവിതം ആഘോഷമാക്കേണ്ടതിന് പകരം നമ്മൾ സന്ദേശയാത്ര ഇറങ്ങാനുള്ള കാരണം ഈ പറയുന്ന കെട്ടകാലത്ത് ഒരു ദൗത്യം കേരളത്തെ അറിയിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മൾ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച വിചാരിച്ചതിലും പരമദയനീയമാണ്, ഭീകരമാണ്. ഒരൊറ്റ പഞ്ചായത്തിൽ, ഒരൊറ്റ മുക്കിലും മൂലയിലും പോലും നമുക്ക് MDMA എന്ന് പറയുന്ന ഈ മാരക രാസലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മുക്തമാണ് എന്ന് പറയാൻ കഴിയില്ല. നമ്മൾ സഞ്ചരിച്ച ഈ ജില്ലയിൽ ഒറ്റൊരിടത്തും ആധികാരികമായി പറയാൻ കഴിയുന്നതിന് കാരണം നമ്മളുടെ കൂടെ ഈ യാത്രാ സംഘത്തോടൊപ്പം നമ്മുടെ ഒരു ഗവേഷക സംഘം കൂടി സഞ്ചരിക്കുന്നുണ്ട്. നമ്മൾ ഈ യാത്ര പൂർത്തിയാക്കിയാൽ മുഖ്യമന്ത്രിക്ക്, സർക്കാരിന്റെ സമക്ഷം നമ്മൾ ഒരു ഗവേഷണ ഗ്രന്ഥം സമർപ്പിക്കും. അതിൽ 2 ഭാഗങ്ങളുണ്ടാകും. ഒരു ഭാഗത്ത് ഈ പറയുന്ന ഉറവിടം, ഈ പറയുന്ന ആളുകൾ, ഈ പറയുന്ന ദല്ലാളുകൾ, ഏതെങ്കിലും രാഷ്ട്രീയ ഇടനിലക്കാരുണ്ടെങ്കിൽ അവരുടെ ചിത്രങ്ങൾ സഹിതമുള്ള ഒരു കോൺഫിഡൻഷ്യൽ ഡാറ്റ, മറ്റൊന്ന് പൊതുസമക്ഷത്തിൽ പറയാൻ കഴിയുന്ന ഒരു വിഭാഗം. എന്തായാലും അറിയാൻ കഴിയുന്ന ഏറ്റവും ഒടുവിൽ ഒറ്റ അനുഭവം ഞാൻ പറയാം. ഈ അടുത്ത ഒരു സ്ഥലത്ത്, ആ സ്ഥലം ഞാൻ പറയുന്നില്ല, നമ്മുടെ ഗവേഷകൻ പ്രച്ഛന്ന വേഷധാരിയായി ഈ പറയുന്ന ലഹരി എന്തെങ്കിലും കിട്ടാൻ വകുപ്പുണ്ടോ എന്ന മട്ടിൽ പോയി ചോദിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി പറയുന്നത് കിട്ടാൻ വലിയ പാടാ എന്ന് പറഞ്ഞാൽ ഈ MDMA ഇപ്പോൾ വരുന്നത് വ്യാജമാണത്രേ എന്ന് പറഞ്ഞാൽ അതിന് ക്വാളിറ്റി ഇല്ലത്രേ എന്ന് പറഞ്ഞാൽ അതിനെന്തോ പ്ലാസ്റ്റിക് കരിയുന്ന മണമാണെന്ന്. അജിനാമോട്ടോ പൊടിച്ചു ചേർക്കുക. നല്ല MDMA പൈസ കൊടുത്താൽ കിട്ടാനില്ലെന്നാണ് പറയുന്നത്. നോക്ക്, നല്ല MDMA പൈസ കൊടുത്താൽ കിട്ടാനില്ല എന്ന് പറയുന്ന പയ്യന്റെ പ്രായം ഞാനിവിടെ പറയുന്നില്ല. അമ്മാതിരി ഭീകരമായ രീതിയിൽ, അമ്മാതിരി മാരകമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ അടിത്തട്ടിൽ ഗ്രൗണ്ടിൽ ഇതുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ തിരിച്ചറിയേണ്ടതായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പേ നമുക്ക് ഇത് അറിയാം. 2 വർഷങ്ങൾക്ക് മുൻപാണ് കോഴിക്കോട് 9ാം ക്ലാസ് വിദ്യാർത്ഥി, അവൾ കായിക താരമാണ്, സ്പോർട്സ് ട്രെയിനിങ്ങിന് പോയി. ചേച്ചി ഒരു ബിസ്ക്കറ്റ് കൊടുത്തു, 1 ദിവസം കൊടുത്തു, 2 ദിവസം കൊടുത്തു, 3-ാം നാൾ ആ ബിസ്ക്കറ്റ് പിന്നെയും വേണം, പിന്നെ അഡിക്റ്റ് ആവുകയും പിന്നെ ഈ MDMA കരിയറായി മാറ്റുകയും ദീർഘവർഷങ്ങൾക്ക് ശേഷം അവളെ കണ്ടെത്തുകയും ചെയ്ത വാർത്ത വന്നത് 2 വർഷം മുന്നാണ്. അന്നേ തുടങ്ങേണ്ടതായിരുന്നു പോരാട്ടം. നമ്മൾ തുടങ്ങിയില്ല എന്ന ആത്മവിമർശത്തോടെ പറയുമ്പോൾ തന്നെ ഇനിയും ആ പോരാട്ടം തുടങ്ങുന്നില്ലെങ്കിൽ, ഇനിയും ആ പോരാട്ടം ഡു ഓർ ഡൈ എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഓപ്ഷൻ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. നമ്മുടെ തലമുറ നശിക്കുകയാണ്. അവരെ നാശത്തിൽ നിന്ന് പിൻകയറ്റണമെങ്കിൽ അല്ലെങ്കിൽ കരകയറ്റണമെങ്കിൽ നമ്മൾ ഒറ്റ മനസ്സോടുകൂടി, സർക്കാരിനെ മാത്രം പഴിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ ഒറ്റ മനസ്സോട് ഒരേ ശക്തിയോടുകൂടി ഇറങ്ങിയാൽ മാത്രമേ അതിൽ കഥയുള്ളൂ. അമ്മമാരുടെ ഒരു മഹാറാണി നമ്മൾ കണ്ടു. അത് നമ്മൾ ഈ 10 ദിവസത്തെ യാത്രക്കിടയിൽ കണ്ട ഏറ്റവും മനോഹരമായ, ഏറ്റവും ആവേശഭരിതമായ, ഏറ്റവും രോമാഞ്ചമുണ്ടാക്കുന്ന കാഴ്ചയായിരുന്നു ഉറപ്പായും പറയാം. കാരണം നമ്മൾ ഇടശ്ശേരിയുടെ പൂതപ്പാട്ടൊക്കെ പഠിച്ച് കേട്ട് വളർന്നവരാണ്. പൂതം ഉണ്ണിയെ പിടിച്ചു വെച്ചതിന് ശേഷം അമ്മയോട് പറഞ്ഞു കുഞ്ഞിനെ തരില്ല. അമ്മ പറഞ്ഞു കുഞ്ഞിനെ തന്നേ പറ്റുള്ളൂ. പല വഴിക്ക് നോക്കി, സാമന്താനം ഭേദം ദണ്ഡം. അമ്മ പറഞ്ഞു ഉണ്ണിയെ തരില്ല. നരിയായും പുലിയായും പോയി ഭൂതം. അമ്മ പറഞ്ഞു ഉണ്ണിയെ തരില്ല. ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന വാഗ്ദാനങ്ങൾ വെച്ചു. പണക്കിഴി തരാം, ഒരുപാട് സ്വർണ്ണക്കിഴികൾ തരാം. 2 കണ്ണും ചൂരിനടുത്ത് ഈ പൂത്തിന് മുന്നിൽ അമ്മ വെച്ചു. പൂതമേ, ഇതിനേക്കാൾ വലുതല്ല എനിക്ക് എൻ്റെ ഉണ്ണി. പൂതം വിചാരിച്ചു അമ്മയുടെ കാഴ്ച പോയല്ലോ, അതുകൊണ്ട് അപ്പുറം തെച്ചിക്കോലെടുത്ത് ഊതി മന്ത്രിച്ച് ഈ കുഞ്ഞിൻ്റെ ഉണ്ണിയുടെ ഒരു ബൊമ്മ ഉണ്ടാക്കി വെച്ചു. തൊടുന്നതിന് മുന്നേ അമ്മ മനസ്സിലാക്കി എൻ്റെ ഉണ്ണിയല്ല. ശപിക്കാൻ വേണ്ടി കൈയെടുത്തപ്പോഴേക്കും ഈ ഉണ്ണിയെ അമ്മയ്ക്ക് മുന്നിൽ വെച്ച് പൂത ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മയുടെ മാതൃശക്തിക്ക് വല്ലാത്തൊരു ശക്തിയുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട അമ്മമാരുടെ ആ റാലിക്ക്, ആ മെഴുകുതിരികൾക്ക് സ്നേഹാദരങ്ങൾ അർപ്പിക്കുന്നു, അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നന്ദി. താങ്ക്സ് എ ലോട്ട്. ഇനി SP ജയകുമാർ. നമസ്കാരം. അപ്പം വളരെ പോസിറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ പറയണം എന്ന് ആഗ്രഹമുണ്ട് നമുക്ക്. പക്ഷേ നമ്മൾ ഈ നടന്ന ജില്ലകളിലൊക്കെ അങ്ങനെ പോസിറ്റീവായിട്ടൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിലും പ്രതീക്ഷയുടെ കിരണം എല്ലായിടത്തും ഉണ്ട്. കാരണം അമ്മമാരൊക്കെ ഇതിൽ വലിയ ജാഗ്രത ഉണ്ട്. വലിയ ആർമി, ഒരു പട്ടാളം കണക്കി അമ്മമാരൊക്കെ ഇതിനെതിരായ പോരാട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുടുംബശ്രീയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഒരു 500-1000 ആളുകൾ അവിടെയും ഉണ്ടായിരുന്നു. അവരൊക്കെ ഇക്കാര്യത്തിൽ വലിയ ജാഗ്രത ഉണ്ട്. നമ്മൾ മഹാഭാരതത്തിൽ എപ്പോഴും പറയാറുണ്ടല്ലോ, ഈ ഗാന്ധാരി കണ്ണു മൂടിക്കെട്ടിയാണ്. അപ്പോൾ ധൃതരാഷ്ട്രരുടെ അന്ധനാണ്. അപ്പോൾ ഗാന്ധാരി ഭർത്താവിൻ്റെ പാത പിന്തുടർന്ന് കണ്ണു മൂടിക്കെട്ടി. യഥാർത്ഥത്തിൽ കാഴ്ചയുള്ള ഗാന്ധാരി കണ്ണു മൂടിക്കെട്ടി ജീവിച്ചത് കൊണ്ടാണ് കൗരവരാകെ അധർമ്മത്തിൻ്റെ പക്ഷത്ത് നിന്നത്.
അവരെ ധർമ്മത്തിൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ ഗാന്ധാരിക്കും കഴിഞ്ഞില്ല, ധൃതരാഷ്ട്രർക്കും കഴിഞ്ഞില്ല. ധൃതരാഷ്ട്രർ കണ്ണ് കാഴ്ചയില്ല. ഗാന്ധാരി അതിൻ്റെ പാതയിൽ കണ്ണു മൂടിക്കെട്ടി. അപ്പോൾ മക്കൾ ധർമ്മത്തിൻ്റെ വഴിയിൽ നടക്കുന്നുവെന്ന് വിചാരിച്ചു ഗാന്ധാരി. യഥാർത്ഥത്തിൽ ഗാന്ധാരി കണ്ണു മൂടിക്കെട്ടാതെ കണ്ണു തുറന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ കൗരവരും ധർമ്മത്തിൻ്റെ വഴിയിൽ നടന്നേനേയും. അങ്ങനെ കുരുക്ഷേത്രത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ചത്തു മരിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ കൊന്നൊടുക്കേണ്ടി വരുന്ന ആ വലിയ യുദ്ധം ഉണ്ടാകുമായിരുന്നില്ല എന്ന് മഹാഭാരതത്തെ പറ്റി പലരും പലതരത്തിൽ വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ ഒരു വിലയിരുത്തൽ ഉണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അമ്മമാർ ഇവിടെ കണ്ണു തുറന്ന് ഇതൊക്കെ കാണുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് നമ്മുടെ വലിയ സന്തോഷവും. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ട മെഴുകുതിരി വെളിച്ചം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേവലം മെഴുകുതിരിയുടെ വെളിച്ചമല്ല, ഈ അന്ധകാരത്തെ ആകെ മാറ്റാനുള്ള മനക്കണ്ണിൻ്റെ വലിയ വെളിച്ചമാണ്. ആ വെളിച്ചമാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഇനിയുള്ള ദിവസങ്ങളിൽ നയിക്കുക എന്ന് ഞങ്ങൾ കരുതുന്നു. ഞാൻ 1-2 ഇൻസിഡൻസ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ കണ്ടതാണ്. പത്തനാപുരത്ത് നമ്മൾ ആകെ ഞെട്ടിപ്പോയി. അവിടെ ഒരു കുഞ്ഞുണ്ടായി. ഒരു കുടുംബത്തിൽ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞുണ്ടായപ്പോൾ സാധാരണ നമ്മളൊക്കെ പായസം വെച്ചൊക്കെ കൊടുക്കുമല്ലേ, നമ്മളുടെ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ നൂലുകെട്ടിനോ ഒക്കെ ആചാരപരമായി ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുക്കും, മധുരം കൊടുക്കും, ലഡു കൊടുക്കും. ഇതൊക്കെ എല്ലായിടത്തും നടക്കും. ഇവരെന്താ ചെയ്ത് ഒരു ലഹരി പാർട്ടി സംഘടിപ്പിച്ചു. അച്ഛനും അച്ഛൻ്റെ സുഹൃത്തുക്കളും അടങ്ങുന്ന സംഘം ഒരു കുഞ്ഞുണ്ടായപ്പോൾ വീട്ടിൽ ലഹരി പാർട്ടി വെച്ചു. എന്ന് വെച്ചാൽ മദ്യമല്ല കൊടുത്തത് കേട്ടോ. മദ്യം കൊടുക്കുന്ന പാർട്ടികൾ പണ്ട് നടന്നിട്ടുണ്ട്, അത് നല്ലതാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ മദ്യവുമല്ല വിതരണം ചെയ്തത്. ആ വീട്ടിൽ നിന്ന് 460 ഗ്രാം MDMA രാസലഹരിയാണ് പിടിച്ചത്. സിറിഞ്ച് പിടിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതായത് രാസലഹരി കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ നടത്തുന്ന ലഹരി പാർട്ടികളിൽ വിളമ്പാൻ പറ്റിയ സാധനമാണ് എന്ന തരത്തിൽ വിശ്വസിക്കുന്ന ഒരു തലമുറ. ആ പിടിച്ച ആളുകളൊക്കെ അതിലൊരാളുടെ പ്രായം മാത്രമേ 35 വയസ്സുള്ളൂ. ഇത് കൊല്ലം ജില്ലയിലാണ് നടന്നത്. നിങ്ങൾ 2 ആഴ്ച മുമ്പത്തെ പത്രവാർത്ത നോക്കിയാൽ കിട്ടും. ബാക്കി എല്ലാവരുടെയും പ്രായം 22, 23, 25 വയസ്സ്. 4 പേർ കസ്റ്റഡിയിലുണ്ട്. ഞാൻ കരുതുന്ന അവർക്ക് ഇപ്പോഴും ജാമ്യം കിട്ടിയിട്ടില്ല. 480 ഗ്രാമോറ്റോ അവരുടെ കയ്യിൽ നിന്ന് കിട്ടി, അനുവദനീയമായ അപ്പുറത്ത്. എന്ന് വെച്ചാൽ ജാമ്യം കിട്ടാവുന്നതിലധികം അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഒരു സംഭവം അതാണ്. മറ്റൊന്ന് പത്തനംതിട്ട ജില്ലയിലാണ്. നമ്മുടെ SSLC പരീക്ഷ കഴിഞ്ഞിട്ട് ഇപ്പോഴെന്താ ഒരു 2 ആഴ്ചയല്ലേ ആകുന്നുള്ളൂ. ആ SSLC പരീക്ഷയുടെ അവസാന ദിവസം 4 കുട്ടികൾ ക്ലാസ്സിലെത്തിയത് 4 ബോട്ടിൽ മദ്യവുമായാണ്. പരീക്ഷ കഴിഞ്ഞ ദിവസം ആഘോഷിക്കാൻ വന്നതാണ്, മദ്യവും കൊണ്ടാണ് വന്നത്. 15 വയസ്സല്ലേ ഉള്ളൂ നമ്മുടെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക്. ഇവർക്ക് നിയമപരമായി മദ്യം വാങ്ങാൻ കഴിയില്ലല്ലോ. ആരാണ് ഇവർക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കുന്നത്? അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൻ്റെ താഴെ തട്ടിലുള്ള സാഹചര്യം. ഇതൊക്കെ നമുക്ക് ഈ ലഹരി ഉപയോഗിക്കുന്നതിനൊക്കെ എന്തോ മാന്യത കൈവന്ന ഒരു കാലത്താണ്. നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മുടെ ചേട്ടന്മാരൊക്കെ സ്മോക്ക് ചെയ്യുമായിരുന്നു, സിഗരറ്റ് വലിക്കുമായിരുന്നു. വളരെ പാത്തിരുന്ന് കാട്ടിലൊക്കെ ഇരുന്നിട്ടാണ് ഇവർ വലിക്കുന്നത്. അതാരെങ്കിലും കണ്ടാൽ പ്രിൻസിപ്പലിനോടോ ഹെഡ് മാസ്റ്ററോടോ പറഞ്ഞു കൊടുക്കും. ഹെഡ് മാസ്റ്റർ അവരെ കൊണ്ടുപോയി ഓഫീസിൽ നിർത്തും. വീട്ടിൽ നിന്ന് അച്ഛനെയും അമ്മയെ വിളിച്ചുകൊണ്ട് വന്ന് മക്കളുടെ വിശേഷം പറഞ്ഞിട്ട് നമ്മളെ തിരിച്ച് ആ ക്ലാസ്സിൽ കയറ്റുള്ളൂ. അപ്പം അങ്ങനെ ഇത് വലിയ ക്രൈമാണ് എന്ന് നമ്മളൊക്കെ പഠിച്ച കാലത്താണ്. ഇതൊന്നും ഒരു ക്രൈം അല്ല, ഇതൊക്കെ മാന്യതയ്ക്ക് എന്തെങ്കിലും അന്തസ്സിന് ചേർന്നതാണ്. നമ്മൾ വളരെ ഏതെങ്കിലും വിശ്രമവേളകളിൽ അത്യാവശ്യം ഇതൊക്കെ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല എന്ന ഒരു മാന്യത ഇതിനൊക്കെ കൈവരുന്നു എന്ന് നമ്മൾ ഭയപ്പെടുകയാണ്. ഞങ്ങൾ ഈ ഇടുക്കി ജില്ലയിൽ പല കോളേജുകളിലും നമ്മുടെ പര്യടനത്തിൻ്റെ ഭാഗമായി പോയപ്പോൾ അവിടെ ഒരു കോളേജിൽ അവിടെ വൈകുന്നേരങ്ങളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു സ്ഥലത്ത് ഒത്തുചേർന്ന് ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ അവരെ അവിടുത്തെ ഈ നാട്ടുകാർ ചോദ്യം ചെയ്തപ്പോൾ നാട്ടുകാരോട് പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ സദാചാര പോലീസ് ആവുകയൊന്നും വേണ്ട, ഇതൊന്നും വലിയ തെറ്റൊന്നുമല്ല, ഇത് നാട്ടിൽ നടക്കുന്ന കാര്യമാണ്, നിങ്ങൾ ആരാ ഇതിൽ ഇടപെടാനെന്ന് പറഞ്ഞ് അവരെ ഓടിച്ചു വിട്ടു എന്നാണ് ആ നാട്ടുകാർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഈ നിലയിൽ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് നമ്മളുടെ ഒരു തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ നമ്മൾ PTA മീറ്റിങ്ങുകൾ എന്നൊക്കെ പറയുന്ന സംഗതികളുണ്ടല്ലോ. ഇനിയിപ്പോൾ സ്കൂൾ തുടങ്ങുക, ജൂൺ ജൂലൈ മാസത്തിലൊക്കെ PTA ഉണ്ടായി, അതിൻ്റെ മീറ്റിംഗ് ഉണ്ടാവും. ആ മീറ്റിങ്ങിലൊക്കെ എല്ലാവരും പങ്കെടുക്കണം, എല്ലാവരും പോകണം, എല്ലാവരും പോവുക. സാധാരണ സ്കൂൾ ബസ്സിൻ്റെ ടയർ പഞ്ചറാണ്, അതിന് ഗ്ലാസ് ഇല്ല, ക്ലാസ്സിൽ ബെഞ്ചില്ല, സ്കൂൾ മതിൽ ഇല്ല. ഇതൊക്കെ പറയാനാണ് PTA മീറ്റിങ്ങുകളൊക്കെ ഫണ്ട് ചേരുന്നത്. അപ്പോൾ PTA ഫണ്ട് 100 രൂപ വെച്ച് എല്ലാവരും തരണം, ഇതൊക്കെ പറയാനാണ്. പക്ഷേ ഇനി അതല്ല. നമ്മൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ നേരിടുന്ന നമ്മളുടെ കുഞ്ഞുങ്ങൾ, അനിയനും അനിയത്തിയും ഒക്കെ നേരിടുന്ന വലിയ പ്രതിസന്ധി, അതിനെപ്പറ്റി നിങ്ങൾ PTA മീറ്റിങ്ങുകളിൽ ചർച്ച ചെയ്യണം. ആ മീറ്റിങ്ങുകളിൽ അമ്മയും അച്ഛനും പറ്റുമെങ്കിൽ 2 പേരും പോകണം, അല്ലെങ്കിൽ ഒരാളെങ്കിലും ഉറപ്പായും പോകണം. അവിടെ ഈ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യണം. അതിനെതിരെ ജാഗ്രതാ സമിതികൾ ഉണ്ടാകണം.
പറ്റുമെങ്കിൽ പോലീസിനെയും എക്സൈസിനെയും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ SHOയെയോ എക്സൈസ് ഉദ്യോഗസ്ഥരെയോ ഒക്കെ അതിലേക്ക് വിളിച്ച് അവരോട് നിങ്ങളിത് പറയണം, ഞങ്ങളുടെ സ്കൂളിൻ്റെ ഭാഗത്ത് നിങ്ങൾക്കൊരു കണ്ണ് വേണം എന്ന് അവരോട് പറയണം. നമ്മൾ സാധാരണ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞൊന്നും ആ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവരോട് വഴക്ക് പറയാറാണ് പതിവ്. ഞാൻ പറഞ്ഞത് നമ്മൾ കുട്ടികളെ വഴക്ക് പറയണമെന്നോ അവരെ അവരുടെ പിന്നാലെ ചൂരലെടുത്ത് നടക്കണമെന്നോ അവരെ തല്ലണമെന്നോ ഒന്നുമല്ല. പക്ഷേ അത്തരമൊരു അപകടം നമ്മളുടെ മക്കളുടെ മുന്നിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ അത്രയുമെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇത് നാട്ടിൽ കിട്ടാത്ത സാധനമാണെന്ന് ആരും കരുതരുത്. നാട്ടിൽ കിട്ടും. അവരുടെ കയ്യിലുള്ള ഫോണിലോ അവരുടെ സുഹൃത്തിൻ്റെ ഗ്രൂപ്പിലോ ഒക്കെ ഈ സംഗതികളുണ്ട്. എവിടെ ചെന്നാലും ഇത് കിട്ടും. നമ്മളുടെ ഗ്രാമങ്ങളിലേക്ക് പോലും നമ്മുടെ വീടിൻ്റെ വാതിലിലേക്ക് പോലും ഇതെത്തുന്നു. ഞങ്ങളോട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഒരു ഭാരവാഹിയായിരുന്നു ഡോക്ടർ സുൽഫി നൂഹു. എല്ലാവർക്കും അറിയാം, നമ്മളുടെ ടെലിവിഷൻ ചർച്ചയിലൊക്കെ വരുന്ന നൂഹു ഡോക്ടർ ഞങ്ങളുടെ കൂടെ തിരുവനന്തപുരത്ത് ഈ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഡോക്ടർ പറയുകയാണ്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഈ ലഹരി സംഘങ്ങളുടെ. ആ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് വേണ്ട സാധനത്തിൻ്റെ പേര് അയക്കേണ്ട, 4 ടിക്ക് അയച്ചാൽ അവർക്ക് ആ ടിക്ക് അയക്കുന്ന ആളുടെ അടുത്ത് സാധനം എത്തും, ക്വാണ്ടിറ്റിയും ഈ വേണ്ട ബ്രാൻഡും അടക്കം എത്തും. ഇതൊരു കോഡാണ്. അപ്പോൾ ആ നിലയിൽ നമ്മളുടെ അടുത്തേക്ക് ഈ സാധനം വന്നിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം. അപ്പോൾ അതാണ് നമ്മുടെ നാട്ടുംപുറത്തെ പോലും സാഹചര്യം. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയല്ലേ. ബംഗളൂരു ഇതിൻ്റെ ഒരു ഹബ്ബാണ്. നമ്മളത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ബംഗളൂരുവിൽ നിന്നാണ് ഈ സാധനം വരുന്നത്. കഴിഞ്ഞ ദിവസം വാളയാറിൽ നിന്ന് ഒരു അമ്മയും മകനെയും പിടിച്ച വാർത്ത നിങ്ങൾ കണ്ടു കാണുമല്ലോ. തൃശ്ശൂരുകാരാണ്. അമ്മയും മകനും ഒരുമിച്ച് ബംഗളൂരുവിൽ നിന്ന് ഈ MDMA ലഹരി കൊണ്ടുവരുന്നു. അത് കേരളത്തിൽ വേണ്ട സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നു. അമ്മയും മകനും പിടിയിലായി. 2 പേരും ഇപ്പോൾ കാക്കനാട് സബ് ജയിലിലുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ അവസ്ഥ. ഇത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാധനമല്ല, ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ ഈ ശത്രു നമ്മുടെ കൂടെ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് നമ്മളുടെ മക്കളെ നമ്മൾ ആ ശത്രുവിൻ്റെ പിടിയിൽ നിന്ന് അവരതിൻ്റെ പിടിയിലെത്തുന്നില്ലെന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് വലിയ ബാധ്യതയുണ്ട്. അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും ബാധ്യതയുണ്ട്. 2 പേരും തുല്യമായി ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. നമ്മുടെ വീടുകളിൽ നമ്മൾ അവരോട് ഒരുമിച്ചിരുന്ന് സംസാരിക്കണം. സ്കൂളിലെ വിശേഷങ്ങളോ കോളേജിലെ വിശേഷങ്ങളോ സുഹൃത്തുക്കളുടെ വിശേഷങ്ങളോ ഒക്കെ തിരക്കണം. അത്തരമൊരു ചിട്ട നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും നിർഭാഗ്യവശാൽ അതില്ല. എല്ലാവരും അവരവരുടെ ലോകങ്ങളിലേക്ക്, അച്ഛനും അമ്മയും മക്കളും ഒക്കെ അവരവരുടെ ലോകങ്ങളിലേക്ക് പോകുന്നു. അതല്ല, നമ്മൾ കുറെ കൂടി ജനാധിപത്യപരമായി വീടുകളിൽ ചിന്തിക്കണം. മക്കളുടെ താല്പര്യങ്ങൾ അറിയണം. അവർക്ക് ഫുട്ബോൾ കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ അതിന് വിടണം. അവർക്ക് ഇനിയിപ്പോൾ ക്രിക്കറ്റ് കളിക്കാനോ പാടാനോ ഡാൻസ് ചെയ്യാനോ താല്പര്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ അവരെ ആ വഴിക്ക് കൂടി ചിന്തിക്കുന്നില്ല, അയക്കുന്നില്ല? ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും മാത്രം പോരല്ലോ. ഇന്നിപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഇന്ന് രാവിലെ ഞങ്ങൾ കേട്ടതാണ്, നീറ്റിന് നല്ല മാർക്കുള്ള മികച്ച റാങ്കുള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ റാങ്ക് കിട്ടിയപ്പോൾ നാട്ടിലാകെ ഫ്ലെക്സ് വെച്ചു. നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടി. 2 വർഷം കഴിഞ്ഞ് 3-ാം വർഷം ആ കുട്ടിയെ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ വെച്ച് ആ നാട്ടിലൊരാൾ കണ്ടു. അപ്പോൾ ആ അമ്മ പറഞ്ഞത് അവൾക്ക് റാങ്ക് കിട്ടണ്ടായിരുന്നു, തോറ്റുപോയാൽ മതിയായിരുന്നു എന്ന് വെച്ചാൽ ഉപരിപഠനത്തിൽ ചെന്ന സ്ഥലത്ത് നിന്ന് ആ മിടുമിടുക്കിയായ കുട്ടി ഈ പറയുന്ന രാസലഹരിക്ക് അടിമയായി ഡി അഡിക്ഷൻ സെൻറ്ററിൽ. ഞാൻ അദ്ദേഹത്തോട് ആ ഡി അഡിക്ഷൻ സെൻറ്ററിലെ അതിൻ്റെ നടത്തിപ്പുകാരോട് ആ കുട്ടിയെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ പുള്ളി ഒന്നും പറഞ്ഞില്ല. അതിൻ്റെ ഉത്തരം എനിക്ക് പിന്നെ കേൾക്കാൻ താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഇതാണ് നമ്മളുടെ ചുറ്റുപാട് നടക്കുന്ന കാഴ്ചകൾ. ഇത് നമ്മൾ വെറുതെ കേട്ട് തള്ളേണ്ടതല്ല, ഇത് വസ്തുതയാണ് കേട്ടോ. താഴെ തട്ടിലൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ വെറുതെ ഭയപ്പെടുത്താൻ പറയുന്നതല്ല, പക്ഷേ ഭയം വേണം. നമ്മൾ കോവിഡിനെതിരെ ഭയം വേണ്ട, ജാഗ്രത മതിയെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ജാഗ്രത മാത്രം പോരാ, കുറച്ച് ഭയം കൂടി വേണം. ആ ഭയം ഉള്ളിൽ ഉണ്ടാവണം നമ്മളുടെ വീടുകളിലേക്കൊക്കെ ഇനി ചെല്ലുമ്പോൾ. എന്തായാലും വലിയ ശത്രുവിനെതിരെയുള്ള പോരാട്ടമാണ്. നമ്മൾ ഒറ്റയ്ക്ക് അല്ല, എല്ലാവരും ഒരുമിച്ച് കൈകോർത്താണ്. അതിൽ ഇവിടെ അമ്മമാരൊക്കെ പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ പട്ടാളമോ പോലീസോ ആർമിയോ സർക്കാരോ എന്തുമാവട്ടെ, നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ ആ ശത്രുവിനെതിരെ ഉള്ള പോരാട്ടത്തിൽ അണിനിരക്കണം. അങ്ങനെ അണിനിരക്കാൻ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയാണ് SKN ഈ യാത്ര. അദ്ദേഹത്തിൻ്റെ 40 വർഷത്തെ മാധ്യമ ജീവിതത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ ഇറങ്ങുന്നത്. 4 പതിറ്റാണ്ട് മാധ്യമപ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ മാധ്യമപ്രവർത്തനത്തിൻ്റെ എല്ലാ മേഖലകളിലും അദ്ദേഹം ഇതിനോടകം ഇറങ്ങുകയും ചെയ്തു. അതൊരു ആഘോഷിക്കേണ്ട സമയമാണ്. പക്ഷേ ആഘോഷമല്ല, ഒരു ഉദ്ബോധനത്തിൻ്റെ ബോധവൽക്കരണത്തിൻ്റെ കാലമാണ് ഇനി വേണ്ടത്. അപ്പോൾ ഇത്രയും ആളുകൾ ഇവിടെ എത്തിയത് ഞങ്ങൾക്ക് നൽകുന്ന ഊർജ്ജം ചെറുതല്ല. ആ ഊർജ്ജം അടുത്ത യാത്രയ്ക്ക് ഞങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഏതായാലും ഇവിടെ വന്ന എല്ലാ സുമനസ്സുകളോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഓക്കെ, SKN ഒരാൾക്ക് നമ്മളുടെ യാത്രയിൽ ഇടയ്ക്കൊക്കെ വരാറുള്ളതാണ്. ജെറി അല്ലേ?
തൃശ്ശൂർ സ്വദേശിയാണ് അല്ലേ. ഈ യാത്രയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രണ്ട് വാക്ക് പറയാൻ ചെറിക്ക് താല്പര്യമുണ്ട്. ഓക്കെ ഓക്കെ. എൻ്റെ പേര് ജെറിൻ ചെമ്മായത്ത്, തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട സ്വദേശിയാണ്. ഏറ്റവും ആദ്യമേ തന്നെ രണ്ടുപേരോട് ഈ വേദിയിൽ നിൽക്കുന്നതിന് രണ്ടുപേരോട് നന്ദി പറയാനുണ്ട്. ഞാനിവിടെ സൂചിപ്പിച്ച പോലെ തീർത്തും അവിചാരിതമായി ഈ വേദിയിൽ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. ഞാനിവിടെ തൊട്ടടുത്ത് നടക്കുന്ന എക്സ്പോയുമായി ബന്ധപ്പെട്ട് ഞാൻ തൃശ്ശൂർ ലോ കോളേജിലെ വിദ്യാർത്ഥി കൂടിയാണ്. പഠനത്തിൻ്റെ ഇടവേളകളിൽ കിട്ടുന്ന സമയം ബ്ലാക്ക് ഫോഴ്സ് ഇവൻറ്റ് സെക്യൂരിറ്റി സർവീസ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടാണ് ഉപജീവനം നടത്തിക്കൊണ്ട് പോകുന്നത്. ഞാനിവിടെ നിങ്ങൾ മെഴുകുതിരി പിടിച്ച് ഇറങ്ങി നടന്നു വരുമ്പോൾ ഞാനിവിടെ എന്നെ കണ്ടവർ ചിലപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഞാനിവിടെ സെക്യൂരിറ്റി യൂണിഫോമിൽ ഇവിടെ ജോലി ചെയ്യുകയായിരുന്നു. ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ ജോലിക്കിടയിലുള്ള സമയമാണ്. ഞാൻ ഏറ്റവും ആദ്യമേ നന്ദി പറയാനുള്ളത് ഈ ജോലിക്ക് ഇടയിലുള്ള ഈ സമയവും എന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ നീ പോയിട്ട് വാടാ എന്ന് പറഞ്ഞ എൻ്റെ സഹപ്രവർത്തകൻ രതീഷ് ഏട്ടനോട് ഏറ്റവും ആദ്യമേ, അദ്ദേഹം ഇവിടെ നിങ്ങൾക്ക് പോകുമ്പോൾ കാണാൻ കഴിയും, ഇവിടെ ആ യൂണിഫോമിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നിലവിലെ ഡ്യൂട്ടി സമയത്താണ്. രതീഷ് ഏട്ടനോട് ഏറ്റവും ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്താണ്. രണ്ടാമത് എനിക്കിങ്ങനൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കിങ്ങനൊരു അവസരം ഒരുക്കി തന്ന ഇവിടുത്തെ 24-ൻ്റെ റിപ്പോർട്ടർ ചാനലിൻ്റെ വിപിൻ സി ചന്ദ്രൻ ചേട്ടന് ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്താണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്കെല്ലാം വളരെ അറിയാവുന്ന കാര്യമാണ്. വളരെ നമ്മുടെ നാടിനെ, സമൂഹത്തെ ആകെ വളരെ പറയാൻ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത വിധത്തിൽ അത്രമേൽ അപകടകരമായി കൊണ്ട് ഒരു സാമൂഹ്യ വിപത്ത് നമ്മുടെ നാടിനെ ബാധിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നോളം ഒരുപക്ഷെ നമ്മുടെ നാട്ടിനകത്ത് വിവിധ മതസംഘടനകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇത്തരത്തിലുള്ള യാത്രകൾ സംഘടിപ്പിക്കാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു മാധ്യമ പ്രവർത്തകൻ കേരളത്തിൻ്റെ മുഴുവൻ ജില്ലകളിലൂടെയും സഞ്ചരിച്ചുകൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നാട്ടിലെ ജനങ്ങളുമായി സംവദിക്കുന്ന ഒരു സംവിധാനം ഒരുപക്ഷെ ഇതാദ്യമായിട്ടാണ്. നോക്കിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ കാണാറുണ്ട് സാർ സ്ഥിരമായിട്ട്. നോക്കൂ, മാർച്ച് 16-ാം തീയതിയോ 17-ാം തീയതിയോ ആരംഭിച്ചതാണ്. ഇതിൻ്റെ സമാപനം കുറിക്കുന്നത് ഏപ്രിൽ മാസം 20-ാം തീയതിയാണ്. കോഴിക്കോട് വെച്ച് 1,00,000 പേരെ അണിനിരത്തുമെന്ന സ്വപ്നവും വാഗ്ദാനവും പ്രഖ്യാപനവുമായി കൊണ്ടാണ് ഈ യാത്ര തുടരുന്നത്. പ്രിയപ്പെട്ടവരെ, നോക്കൂ, ഈ ഒരു മാസ കാലയളവിൽ മാധ്യമപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഓരോ സെക്കൻഡ് കണക്കിനാണ് റേറ്റിംഗ് അനുസരിച്ചുള്ള വിഷയങ്ങൾ അപ്ഡേറ്റ് ആയി വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എല്ലാ വിഷയങ്ങളും ഒന്നൊഴികെ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സമൂഹത്തിൻ്റെ ശ്രദ്ധ മാറ്റുന്ന വിവിധങ്ങളായ വിഷയങ്ങൾ ഓരോന്നായി പുതുതായി കടന്നു വരുമ്പോഴും അതെല്ലാം അഡ്രസ്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഒരു മാസ കാലയളവിൽ തങ്ങൾ ഏറ്റെടുത്ത പദ്ധതിയിൽ ഒരു നിമിഷം പോലും ഒരടി പോലും പിറകോട്ട് പോകാതെ ഈ നിങ്ങളുടെ ഉദ്യമത്തെ ഏറ്റവും ആത്മാർത്ഥമായി ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ കൂടി പിന്നെ ഇതിനെ അഭിനന്ദിക്കാൻ വേണ്ടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. സാർ, താങ്ക് യു. അവസാനിപ്പിക്കുകയാണ് സാർ. ഇതിൻ്റെ ഒരു ഇൻട്രോ സാറിൻ്റെ കേട്ടത് ഇങ്ങനെയാണ്, കേരളം ഭീതിയുടെ പാതയിൽ എന്നാണ് സാറിന് ഇവിടെ എത്തുന്നത് 7:50 കൂടിയിട്ടാണ്. അതിനും എത്രയോ മണിക്കൂറുകൾ ഞാൻ ഇവിടെ കാണാണ്, എത്രയോ മണിക്കൂറുകളായി ഇവിടെ മെഴുകുതിരി കത്തിച്ച് പിടിച്ച് ഇവർ കാത്തു നിൽക്കുകയായിരുന്നു. ഇവിടേക്കൊന്ന് നോക്കുക, ഇവിടെ കുട്ടികളും സ്ത്രീകളും അമ്മമാരും ഉപ്പമാരും എല്ലാവരും അടങ്ങുന്ന സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം ഈ പുത്തൂരിൻ്റെ മൈതാനിയിൽ കാണാൻ വേണ്ടി കഴിയുന്നുവെങ്കിൽ ഒരു ഭേദഗതി ഞാൻ നിർദ്ദേശിക്കുകയാണ്. കേരളം ഭീതിയുടെ പാതയിലല്ല സാർ, കേരളം പോരാട്ടത്തിൻ്റെ പാതയിലാണ്. നാം ഒന്നിച്ച് ഈ വിപത്തിനെതിരെ, സാമൂഹ്യ തിന്മയ്ക്കെതിരെ ഈ സാമൂഹ്യ തിന്മയെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരെയും, എന്നെ ഇത്രയും നേരം കേട്ട മുഴുവൻ ആളുകളെയും ഏറ്റവും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. നമ്മൾ അവിടെ ഒരു ചെറിയ പെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ യാത്രക്കിടയിൽ ഓരോ ചെറിയ പരിപാടികൾ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരാളിന് സിംഗപ്പൂർ വരെ പോകാം, ഒരു ജില്ലയിൽ നിന്ന് ഒരാളിന് അങ്ങനെ. അപ്പോൾ നമ്മുടെ കോട്ടക്കൽ മുനിസിപ്പൽ ചെയർപേഴ്സണും പോകണമെന്ന് ആഗ്രഹമുണ്ട്. കുറിച്ചവിടെയുടെ ചിലപ്പോൾ ഭാഗ്യം താങ്കളെ കാത്ത് തേടി വരും. പിന്നെ അതുപോലെ ഞങ്ങൾ
കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് ചേർന്ന് യാത്രക്കിടയിൽ 40 സർക്കാർ സ്കൂളുകളിൽ, അല്ല 40 14 ജില്ലകളിലെ 40 സ്കൂളുകളിലായിട്ട്, അല്ലെങ്കിൽ എത്ര സ്കൂളുകളിലായാലും കമ്പ്യൂട്ടർ ലാബ് 40 എണ്ണം നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറേ വീട്ടമ്മമാർ കുറേ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒന്നാം ഘട്ടത്തിൽ പറഞ്ഞ പ്രശ്നങ്ങൾ, അതായത് പല ആൾക്കാർക്കും വീടില്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. അതൊന്നും ഹൈലൈറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെല്ലാം ഈ രണ്ടാം ഘട്ടം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ആർക്കെങ്കിലും ഇത് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണ്, നിങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. രണ്ടാം ഘട്ടത്തിൽ വരുന്ന റിക്വസ്റ്റും അതുപോലെ നമ്മൾ പരിഗണിക്കും. നമുക്ക് 24 കണക്ട് എന്നൊരു സ്ഥാപനമുണ്ട്, ഒരു ചാരിറ്റി സ്ഥാപനമാണ്. കണക്റ്റിംഗ് ദ മലയാളീസ് അക്രോസ് ദ വേൾഡ്. ഉള്ള മലയാളിയിൽ നിന്ന് പിരിച്ചെടുത്ത് ഇല്ലാത്ത മലയാളികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഐഡിയ. അപ്പോൾ അതിങ്ങനെ സന്തോഷമായിട്ട് നടക്കുന്നുണ്ട്. മാത്രമല്ല ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് ചേർന്ന് ഞങ്ങൾ നിർമ്മിക്കുന്ന 100 വീടുകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ പരസ്യപ്പെടുത്താനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഇതുണ്ടെന്ന് പറയണം. അതിനിടയിലാണ് ഒരു സുഹൃത്ത് പറഞ്ഞു കുറച്ച് പേരെ നമുക്ക് സിംഗപ്പൂരിൽ കൊണ്ടുപോകുന്നു. ഒരു ജില്ല അപ്പോൾ 14 പേരെ സിംഗപ്പൂരിൽ കൊണ്ടുപോകും. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ ഒരു പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞയുടെ അടുത്ത് ദേശീയ ഗാനം പാടി നമുക്ക് പിരിയാം. അതേസമയം നിങ്ങൾ ഒരു നിമിഷം പോലും അമാന്തിക്കരുത്. കോഴിക്കോട് നിങ്ങളെ കാണണം. അവിടെ നമ്മളെ കണ്ട് ഇവർ ഞെട്ടണം. ഞെട്ടിയവർ ആയുധം താഴെ വയ്ക്കണം. അതായത് MDMA ആയുധം താഴെ വയ്ക്കണം. ഓക്കെ വിജയ. ഈ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി വിദ്യാർത്ഥി വിഭാഗം ജൂനിയർ റെഡ് ക്രോസ് മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ SKN40 കേരള യാത്രയ്ക്ക് ആശംസകൾ അറിയിക്കാൻ ഇവിടെയുണ്ട്. അവരെ ഞാൻ വേദിയിലേക്ക് ഒന്ന് വിളിക്കുകയാണ്. വളരെ സന്തോഷം. എന്താ പേര്? എൻ്റെ പേര് ഷഫ്ന. ഞാൻ PKM കണ്ടു. BNI മലപ്പുറം അതിന്റെ പ്രതിനിധികൾ ഈ യാത്രയ്ക്ക് ആശംസകൾ അറിയിക്കാൻ വന്നിട്ടുണ്ട്. അവരാണ് ഈ വേദി ഇന്നിവിടെ നമുക്ക് സജ്ജമാക്കിയത്. നാളെ അവരുടെ എക്സ്പോ അവിടെ തുടങ്ങുകയാണ്. ഷിഹാബ് അല്ലേ? ഷിഹാബ് 2 വാക്ക് സംസാരിക്കും. താങ്ക് യു. ലഹരിക്കെതിരെ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കേരളമൊട്ടാകെ ലഹരിക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീകണ്ഠൻ നായർക്കും ടീമിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്നലെ അപ്രതീക്ഷിതമായിട്ടൊരു കോൾ വന്നു, ഇങ്ങനൊരു സ്ഥലം ഒരുക്കാൻ മലപ്പുറത്ത് ഇങ്ങനൊരു വേദി കൊടുക്കാൻ വളരെ സന്തോഷം. എന്തായാലും ഒരു കൂട്ടം ചെറുപ്പക്കാർ നടത്തുന്ന ഒരു ബിസിനസ് എക്സ്പോർട്ട് ഇവിടെ വരാൻ പോകുന്നത്. ഞങ്ങളുടെ ലഹരി എന്നത് ബിസിനസ് മാത്രമാണ്. അപ്പോൾ ഈ ഒരു പരിപാടിക്ക് കേരളത്തിലുടനീളം BNI ഉണ്ട്. എല്ലാ സപ്പോർട്ടുകളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിൽക്കുന്നു. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ നമ്മളിനി പ്രതിജ്ഞ ആഷ്മി എല്ലാവരും എഴുന്നേറ്റ് ഈ പ്രതിജ്ഞ ചോരകിനിയുന്ന ആത്മാർത്ഥതയിൽ നിങ്ങൾ ചൊല്ലണം. ഓക്കെ. എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തിന് മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയും എടുത്ത് തടയുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. താങ്ക് യു. ഇനി ദേശീയഗാനം. ദേശീയഗാനത്തിന് മുമ്പ് നമ്മുടെ കോട്ടക്കലിലെ മുനിസിപ്പൽ ചെയർപേഴ്സണ് ഞങ്ങളൊരു ഉപകാരം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ചിരിക്കരുത്. ഇതിന്റെ മോഹവില 500 കോടി രൂപയാണ്. പക്ഷേ ഇതിന്റെ യഥാർത്ഥ വില എത്ര കാശ്മീർ? 365 രൂപ. 365 രൂപ 20 പൈസ അല്ലേ? വരൂ, മുനിസിപ്പൽ ഓഫീസിൽ വെക്കാൻ. ഓക്കെ ഡോക്ടർ. ഓക്കെ, താങ്ക് യു. 340 അല്ല 3 കോടിയുടെ വില ഞങ്ങൾ ഇതിന് നൽകുന്നുണ്ട് കോട്ടക്കൽക്കാർ. 500 കോടി ഓൾറെഡി ഇട്ടു. താങ്ക് യു. നമ്മുടെ അഡ്വക്കേറ്റ് സുജാത. ഇതിലെല്ലാ ദിവസവും രാവിലെ ചായ ഒഴിച്ച് കുടിച്ചാൽ ആരോഗ്യം കൂടുന്ന. അങ്ങനെ ഞാനും വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, ഒറ്റ വാക്കുകൂടി പറയട്ടെ, ഒരൊറ്റ ചാനലും ഇന്ന് വരെ ലഹരിക്കെതിരെ രംഗത്തിറങ്ങിയിട്ടില്ല.
ഈ ചാനലാണ് ഇറങ്ങിയത് എന്നുള്ള അഭിമാനം കൂടി ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അഭിമാനം കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ കപ്പ് ഞാൻ സ്വീകരിക്കുന്നു. ഇത് ലഹരിക്കെതിരെയുള്ള ഒരു പാനീയമായിക്കൊണ്ട് തന്നെ ഞാൻ ഉപയോഗിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. കപ്പാണ് ലഹരി. ICDS മുംതാസ് സൂപ്പർവൈസർ. സൂപ്പർവൈസർ. വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു കപ്പ് എന്നല്ല, ഇതിന് ഏറ്റവും നല്ല വിലയുണ്ട് എന്നുള്ളത് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നും നിങ്ങളുടെ കൂടെ ഞങ്ങളും ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥലത്തുണ്ടോ? ഷിഗാവിന് കൊടുത്തില്ല, പിന്നെ ആർക്കാ? ഷിഗാവ് നമ്മളിവിടെ സ്ഥലം തന്ന് സഹായിച്ചത്. ഓക്കെ ഷിഗാവ്, താങ്ക് യു. റെഡ് ക്രോസിനെ പ്രതികരിച്ച് വന്ന ആരായിരുന്നു? റെഡ് ക്രോസ് ആരാ? റെഡ് ക്രോസ് പോയോ? ഇപ്പൊ ഇവിടെ വന്നില്ലേ? ഓക്കെ, വന്നായിരുന്നു. പൊന്നാട അണിയിക്കാൻ വേണ്ടി വന്ന് പോയോ? ഇനി ഒരു കാര്യം ചെയ്യാം. വൈസ് ചെയർമാൻ, കോട്ടക്കലിലെ വൈസ് ചെയർമാൻ ഇവിടെ ഉണ്ടോ? വരൂ. ഹലോ. താങ്ക് യു. നമ്മുടെ റെഡ് ക്രോസ് അല്ലേ? എന്റെ പൊന്നെ, റെഡ് ക്രോസ്. താങ്ക് യു. ഇനി ഉണ്ണി, നമ്മുടെ ഈ മോളും ഈ 2 മക്കളുണ്ടല്ലോ, ഇവര് ഭയങ്കര ആവേശമായിരുന്നു. 3 പേരും വന്ന് ഓടി വന്ന് മോളും വന്ന് 4 പേരുണ്ടോ? എന്റെ കപ്പ് തീർന്നതാ തോന്നുന്നു. ഓക്കെ, ഒരു കപ്പ് ഒരാൾക്ക്. അടുത്ത കപ്പ് മോള്, അത് മോള്. ഇത് കപ്പ് ഇനിയുണ്ടോ? ഇനി ഇത് കപ്പില്ല മോള്. ഇത് അതാ. ഓക്കെ. ഓരോരുത്തരായിട്ട് പതുക്കെ ഇറങ്ങി പൊയ്ക്കോളൂ. പതുക്കെ ഇറങ്ങണേ, വീടരുത്. ഓക്കെ, നോക്കി ഇറങ്ങും മക്കളെ. മോനെ നോക്കി ഇറങ്ങടാ കൂട്ടാ. റെഡി. ഇനിയിപ്പോ നിങ്ങള് നമ്മുടെ ഫ്ലവേഴ്സ് ഒരു കോടിയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ ചില ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളെ അമ്പരപ്പിക്കുന്ന 2 ചോദ്യം ചോദിച്ച് ടീഷർട്ട് തരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആർക്ക് വേണമെങ്കിലും മറുപടി പറയാം. നിങ്ങളുടെ വീടിൻ്റെ വലത്തോട്ടുള്ള വഴി ആലോചിക്കുക. വലത്തോട്ടുള്ള വഴിയിലെ 4ാമത്തെ വീട്ടിലൊരു ചേട്ടൻ താമസിക്കുന്നുണ്ട്. ആ ചേട്ടൻ്റെ പേരെന്താണ്? വേറെ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇത് ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുക, കള്ളത്തരം പറയാൻ പറ്റുന്നില്ല. ഓക്കെ ആണല്ലോ, ഉറപ്പാ. കൊടുത്തു. ഓക്കെ. ഇനി പുരുഷന്മാരുടെ ചോദ്യം. ഭാര്യയുടെ ഡേറ്റ് ഓഫ് ബർത്ത്. കറക്റ്റ് ആണോ? വരൂ. അല്ല, വർഷം മാത്രം പറഞ്ഞ പോരാ, ഡേറ്റ് വേണം. ഡേറ്റ് വേണം. നോക്കാൻ പറ്റുന്നില്ല. ചേട്ടൻ പെട്ടു. ജൂലൈ 10. ഇയർ പറയൂ. വർഷം മാത്രം പോരാ. വീട്ടിലിരിക്കുന്ന ഭാര്യ മറുപടി പറയണത്. അല്ലേ? ഇത് കറക്റ്റാന്ന് തോന്നുന്നു കേട്ടോ. അല്ല, അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഭാര്യ അറിയുമ്പോ വിവരം അറിയും. സ്വന്തം ഭാര്യയുടെ തന്നെയാണോ ഇത്? മാർച്ച് 1993. കറക്റ്റാണോ? ഇത് അയലത്തെ ഭാര്യ അല്ലല്ലോ. നേരത്തെ 8-8-81. ചേട്ടന് 3 പ്രാവശ്യം തെറ്റിയെന്ന് തോന്നല്ലേ? ചേട്ടൻ ഒരു കല്യാണം അല്ലേ കഴിച്ചോളൂ? സത്യമായിട്ട് മറന്നോ? അതാ, വീട്ടിൽ ചെല്ലുമ്പോൾ ലൈവായിട്ട് അവർക്ക് റീവെന്റ് അടിച്ചു നോക്കും. ഇനിയിപ്പം നമുക്ക് പുരുഷന്മാർ ഒരെണ്ണം കൂടെ ഉണ്ട്. അത് വളരെ റെയറാണ്. ഭാര്യയുടെ ജന്മദിനം പുരുഷന്മാർക്കുള്ളതാ. പറഞ്ഞേ കഴിഞ്ഞേ ചോദിച്ചതന്നെ ഭർത്താവിന്റെ അല്ലല്ല, ഭർത്താവിന്റെ ജന്മദിനം.
ഏതാ ഏതാ ഭർത്താവിന്റെ ജന്മദിനം? വാങ്ങി ഒരാൾക്കേ ഉള്ള അവസരം. കിട്ടി ഓക്കെ. ആ ഭർത്താവിന്റെ ജന്മദിനം വേറെ ആരെ പറഞ്ഞു? എത്ര വരൂ. 8481. ഭർത്താവ് സ്ഥലത്തുണ്ടോ? പുള്ളിയോടൊന്ന് ചെക്ക് ചെയ്യാൻ. ആ ഭർത്താവിന്റെ ജന്മദിനം വേറെ ഉണ്ടോ? വരൂ. ഭർത്താവ് താങ്കളുടെ ഇതെന്ത് മനുഷ്യ, ഭാര്യ പറയണ്ടേ? ഓക്കെ, അറിയാമോ? എല്ലാവർക്കും അറിയാം കേട്ടോ. ഇത് എല്ലാവർക്കും ആണുങ്ങളുടെ കൂട്ടല്ലേ, മത്സരം നിർത്തിവെച്ചു സാങ്കേതിക കാരണങ്ങൾ. ഓക്കെ, റെഡി. ഇത് നിർത്തി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത്. പക്ഷേ ഇത് ഭർത്താവിനോട് ചോദിച്ചാൽ ഭാര്യയുടെ അറിയാൻ പറ്റത്തില്ല കേട്ടോ. ഓ ശരി. ഓക്കെ. അപ്പൊ ഓക്കെ, താങ്ക് യു. ഇറങ്ങിക്കോളൂ. ഇനി നമ്മൾ കഴിഞ്ഞു, മത്സരം കഴിഞ്ഞു. ഓക്കെ. ഇറങ്ങ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ശരി. അപ്പൊ റെഡി. ഇനിയിപ്പോ നമുക്ക് എല്ലാം ഇറങ്ങിക്കോളൂ. നമുക്ക് ഓക്കെ. ഇനിയിപ്പോ ദേശീയ ഗാനം. ഓക്കെ, പ്ലേ. ദേശീയ ഗാനം. അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കള വംഗ വിന്ധ്യ ഹിമാചല യമുനാ ഗംഗ ഉജ്ജല ജലധി തരംഗ तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय हे. അപ്പൊ താങ്ക് യു. 20-ാം തീയതി കോഴിക്കോട്.